الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ബുയൂ ആണ് നാം വായിച്ചു വരുന്നത്. അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ അദ്ദേഹം വിവിധ അധ്യായങ്ങളിൽ അതിൻ്റേതായ ഹദീസുകൾ കൊടുത്തതാണ് നാം വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബാബു സ്ഥലമാണ് നമ്മൾ അവസാനമായി വായിച്ച അധ്യായം. അതിലൊരു ഹദീസാണ് ഉണ്ടായിരുന്നത്, അത് വായിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കാനുള്ളത് ബാബു ശുറൂത്തി ഫിൽ ബൈ, കച്ചവടത്തിലുള്ള നിബന്ധനകൾ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഷർത്ത് പറയുമ്പോൾ ഷുറൂത്തുൽ ബൈ, കച്ചവടത്തിൻ്റെ നിബന്ധനകളുണ്ട്. അതേപോലെ ഷുറൂത്തുൻ ഫിൽ ബൈ, കച്ചവടത്തിലുള്ള നിബന്ധനകളുണ്ട്. ഒന്ന് കച്ചവടത്തിൻ്റെ മുമ്പേ തന്നെ നടക്കേണ്ടതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങൾ അതിന് പറയുന്നുണ്ട്. കച്ചവടത്തിൻ്റെ നിബന്ധനകൾ എന്ന് പറയുന്നത്, ഷുറൂത്തുൽ ബൈ എന്ന് പറയുന്നത് അത് മിൻ വദ്ഇ ശർഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ചില നിബന്ധനകളാണ്. നിസ്കാരത്തിന് നിബന്ധനകൾ ഉള്ളതുപോലെ ശുദ്ധി ഉണ്ടായിരിക്കുക, സമയമായിരിക്കുക, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക, ഔറത്ത് മറച്ചിരിക്കുക, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ നിബന്ധനകളാണ്. അതേപോലെ കച്ചവടത്തിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. വിൽക്കുന്ന വസ്തുക്കൾ ഹലാലായിരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യം വിൽക്കുക പോലെയുള്ള നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കച്ചവടത്തിൻ്റെ ചില നിബന്ധനകളുണ്ട്. അതല്ല ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച ബാബു ഷുറൂത്തി ഫിൽ ബൈ, രണ്ടാളൊരു കച്ചവടത്തിന് ചേർന്നിട്ട് അതിലവർ ചില നിബന്ധനകൾ വെക്കും. ഈ കച്ചവടം നടക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യണം, ഇങ്ങനൊരു നിബന്ധന വെക്കണം. ഇത് മനുഷ്യന്മാർ വെക്കുന്നതാണ്. ആദ്യത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ നിബന്ധന. അത് ഒരാൾക്കും അതിൽ മാറ്റത്തിരുത്തലുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് മനുഷ്യന്മാർ പരസ്പരം തൃപ്തിപ്പെട്ടു വെക്കുന്ന നിബന്ധനകളാണ്. അതാണ് ബാബു ഷുറൂത്തി ഫിൽ ബൈ. അതിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷർത്തുകൾ അതിൽ മാറ്റം ഉണ്ടാവില്ല. ആ ഷർത്തില്ലെങ്കിൽ ബൈ സഹിഹാവുകയില്ല. എന്നാൽ ഈ പറയുന്ന ഷർത്തുകൾ, മനുഷ്യന്മാർ വെക്കുന്ന ഷർത്തുകൾ, അത് ദീനിനോട് യോജിക്കുകയാണെങ്കിൽ, ദീനിൻ്റെ പൊതു അടിസ്ഥാനങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ ആ കച്ചവടം ശരിയാകും. അതല്ലെങ്കിൽ കച്ചവടം ശരിയാവുകയില്ല എന്നാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇത് ബാബു ഷുറൂത്തി ഫിൽ ബൈ ആണ്, കച്ചവടത്തിൽ വെക്കുന്ന ചില നിബന്ധനകളാണ്. അപ്പം അതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസുകൾ എടുത്തു നോക്കിയാൽ, ഒന്ന് ആദ്യം കൊടുത്ത ഹദീസിൽ വെച്ച നിബന്ധന ദീനിൻ്റെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് ആ കച്ചവടം അത് ശരിയായില്ല എന്നറിയിക്കുന്ന ഒരു ഹദീസാണ് ആദ്യം കൊടുക്കുന്നത്. രണ്ടാമത് പിന്നീട് കൊടുക്കുന്നത് ആ വെച്ച നിബന്ധന ശരിയാണ്, ദീനിൻ്റെ താല്പര്യത്തിനോട് എതിരല്ല എന്ന കാരണത്താൽ അത് അനുവദിക്കുന്നതായിട്ടുള്ള ഹദീസാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കച്ചവടത്തിൽ വെക്കുന്ന നിബന്ധനകൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കച്ചവടം നടക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇത് വിൽക്കണമെങ്കിൽ അത് നടത്തണം, അത് ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞൊരു കച്ചവടത്തിൻ്റെ ഇടയിൽ വേറൊരു നിബന്ധന നമ്മൾ വെക്കുകയാണെങ്കിൽ അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിൻ്റെ താല്പര്യത്തിനോട് എതിരാകുമോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും. അത് അവരുടെ നിയമത്തിലുണ്ടാവും. ഈ ബിൽഡിംഗ് നിങ്ങൾ എടുക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചില കണ്ടീഷൻസ് അവർ പറയും. അത് ഒപ്പിടുമ്പോഴാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ നിയമപ്രകാരം പിന്നീട് അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ദീനിനെതിരാകുന്ന വല്ലതും ഇതിലുണ്ടോ, അല്ല ദീനിനോട് യോജിക്കുന്നതാണോ എന്നാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കമാണ് ഈ ഹദീസുകളിലൊക്കെ കിട്ടുക. എല്ലാ നിബന്ധനകളെയും ചർച്ച ചെയ്ത് അതിലേതാണ് ദീനിനോട് പറ്റുന്നത് അതൊരിക്കലും ഒരു കിതാബിൽ ഉണ്ടാവുകയില്ല. എന്നാൽ പൊതുവായി ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പഠിപ്പിക്കലാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നീട് നമ്മളാണ് നോക്കേണ്ടത്. കാരണം ഓരോ കാലഘട്ടത്തിൽ ഓരോ നിബന്ധനകളാണ് വരിക. എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് കൂട്ടി ഗ്രന്ഥം രചിക്കപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. എന്നാലും ചില ആധുനിക ഗ്രന്ഥങ്ങളുണ്ട് ഈ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥങ്ങളും കാണാം. ഇത് നമുക്കറിയാം, ഒരു പൗരാണിക ഗ്രന്ഥമാണ്, ഹദീസ് ഗ്രന്ഥമാണ്, നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അപ്പം ഇതിൽ അതിൻ്റെതായ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് കൊടുക്കുക. ഇനി കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത്തരം ഷർത്തുകൾ അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. അവർ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ജാഅത്നി ബരീറ ഫഖാലത് كاتبت أهلي على 9 أواق في كل عام أوقية
فعينيني فقلت إن أحب أهلك أن أعدها لهم ويكون ولاؤك لي فعلت. فذهبت بريرة إلى أهلها فقالت لهم فأبوا عليها. فجاءت من عندهم ورسول الله صلى الله عليه وسلم جالس فقالت إني عرضت ذلك عليهم فأبوا إلا أن يكون لهم الولاء. فسمع النبي صلى الله عليه وسلم فأخبرت عائشة النبي صلى الله عليه وسلم فقال خذيها واشترطي لهم الولاء فإنما الولاء لمن أعتق. ففعلت عائشة ثم قام رسول الله صلى الله عليه وسلم في الناس فحمد الله وأثنى عليه ثم قال أما بعد فما بال رجال يشترطون شروطا ليست في كتاب الله ما كان من شرط ليس في كتاب الله فهو باطل وإن كان 100 شرط قضاء الله أحق وشرط الله أوثق وإنما الولاء لمن أعتق. നമുക്കറിയാം ഇതിലുള്ള എല്ലാ ഹദീസുകളും ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപൂർവം ചില ഹദീസുകളാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് അഥവാ ഇതിന്റെ ഗ്രന്ഥകാരൻ പറഞ്ഞ ആ ഒരു നിബന്ധനയോട് യോജിക്കാത്തത് ഉണ്ടാവുകയുള്ളൂ. അഥവാ ചിലപ്പോൾ അത് ബുഖാരിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മുസ്ലിം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടിസ്ഥാനം ഇതിലുള്ള 400 അധികമുള്ള 430-40 ഒക്കെ ഉള്ള ഹദീസുകൾ മുഴുവനും ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം പഠിക്കുമ്പോൾ ഹദീസ് സഹിയാണോ ദഈഫാണോ എന്ന ഒരു നോട്ടം നമുക്ക് ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിഫ്ളാക്കുന്ന ആളുകൾക്ക് ഇത് സഹിഹായ ഹദീസാണ് ഞാൻ ഹിഫ്ളാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു പറയാണ് ജാഅത്നി ബരീറ. അപ്പോൾ ഇത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിയുടെ ഷർഹാണ്. അദ്ദേഹം ഈ ഷർഹ് കേവലം ഒരു ബൈഇന്റെ ഷർഹിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫായിദകൾ, ആ ഒരു ഹദീസ് വായിക്കുമ്പോൾ കിട്ടേണ്ട ഒരുപാട് ഫായിദകൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ഷർഹിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നുണ്ട്. അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ആ ഹദീസിലുള്ള എല്ലാ ഫായിദകളും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജാഅത്നി ബരീറ എന്ന് പറയുന്നത് അതൊരു അടിമ സ്ത്രീയായിരുന്നു. അപ്പോൾ ആ അടിമ സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഫഖാലത്ത്. അതിനു മുമ്പ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ബരീറ എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പറയുന്നുണ്ട്. ബരീറ എന്ന പേരിന്റെ അർത്ഥം പുണ്യം ചെയ്യുന്നവൾ എന്നാണ്, അഥവാ പുണ്യം ചെയ്യപ്പെടുന്നവൾ എന്നാണ്, മബ്റൂറ എന്ന അർത്ഥമാണ്. എന്നാൽ വേറൊരു പേരുണ്ട് ബർറ എന്ന് പറയുന്നൊരു പേരുണ്ട്. അത് പുണ്യം ചെയ്യുന്ന ആൾ, നന്നായി പുണ്യം ചെയ്യുന്ന ആൾ എന്നാണ്. അതായത് ഒരു സ്വയം പുകഴ്ത്തൽ ആ പേരിനുണ്ട്, ഒരു സ്വയം പുകഴ്ത്തൽ ആ പേരിനുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചരിത്രത്തിൽ കാണാം ബർറ എന്ന് പറയുന്ന 2 സ്ത്രീകളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ജുവൈരിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി, മറ്റൊന്ന് സൈനബ് എന്ന് പറഞ്ഞു മാറ്റി. കാരണം ബർറ എന്ന് പറഞ്ഞാൽ ഞാൻ പുണ്യം ചെയ്യുന്നയാളാണ് എന്ന് അറിയിക്കുന്നതായ ഒരു അർത്ഥം അതിലുണ്ട്. എന്നാൽ ബരീറ എന്ന പേരിന്റെ അർത്ഥം പുണ്യം ചെയ്യപ്പെടുന്ന ആളാണ്, അതോ മറ്റൊരാളുടെ പുണ്യം അവർക്ക് ലഭിക്കുകയാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അതേപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട് അബ്റാർ എന്നുള്ള പേരുണ്ടെങ്കിലും അത് മാറ്റേണ്ട പേര് തന്നെയാണ്. കാരണം അബ്റാർ എന്ന് പറയുന്ന പേര് അത് ബിറിന്റെ ജംആണ്, ബഹുവചനാണ്, ഒരുപാട് പുണ്യം ചെയ്യുന്ന എന്നാണ് അർത്ഥം. ബർ എന്ന് പറയുന്ന പേര് തന്നെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്റാർ എന്ന് പറയുന്ന പേര് എന്തായാലും മാറ്റേണ്ടതുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ ഇടയിൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ പേരിടുന്ന വിഷയത്തിൽ കാണിക്കുന്ന അലംഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആളുകൾ തീരെ അർത്ഥം നോക്കാതെ തോന്നിയ പേരുകളൊക്കെയാണ് ഇടുന്നത്. എന്തെങ്കിലുമൊക്കെ പേര് എവിടെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നസ്രാണികളോ ആരെങ്കിലുമൊക്കെ ഇടുന്ന പേരുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ചിലരാണെങ്കിൽ അവർ വിവരമില്ലാതെ ഖുർആനിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പേരെടുത്തിട്ടാൽ അത് അതിനൊരു ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പോൾ ഒരു നാമം കൂടി ആയിരിക്കില്ല, ഒരു ക്രിയാനാമായിരിക്കും, ഒരു ക്രിയ ആയിരിക്കും. ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ ഫഅർസിൽ മഅനാ അഖാനാ നക്തൽ വഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മളോടൊപ്പം നമ്മുടെ സഹോദരനെ അയച്ചു തരണം, എന്നിട്ട് നമ്മളത് അളന്നെടുക്കും എന്നൊക്കെ ആണ് പറയുന്നത്. അവരത് നക്തൽ എന്ന് പറയുന്നൊരു ക്രിയയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതെന്ത് ചെയ്യാണ്, ചില ആളുകൾ പേരിടുകയാണ്. അപ്പോൾ അത് ആ രൂപത്തിലൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ പേരിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ വിഷയം പറഞ്ഞത് ഈ പേര് അനുവദനീയമാണ് എന്നാണ്, അഥവാ ബരീറ എന്ന് പറയുന്ന പേര് അനുവദനീയമാണ് എന്നാണ്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് കാതബ്തു അഹ്ലി അലാ 9 അവാഖ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം 2 രൂപത്തിൽ അടിമ മോചനം ലഭിക്കും. ഒന്നുകിൽ മറ്റൊരാൾ ആ അടിമയുടെ ഒരു യജമാനൻ ഉണ്ടാകും, അടിമക്ക് പറയുന്ന വില കൊടുത്തിട്ട് അടിമയെ മോചിപ്പിക്കാം, പിന്നെ സ്വതന്ത്രയാണ്, ആർക്കു വേണ്ടി പണിയെടുക്കുകയോ ആർക്കു വേണ്ടി ജീവിക്കുകയോ വേണ്ട, സ്വന്തമായിട്ട് തന്നെ ജീവിച്ചു പോകാം. അതാണ് സ്വതന്ത്രയാകുന്ന അവസ്ഥ. അപ്പോൾ ഒന്നുകിൽ മറ്റൊരാൾക്ക് പണം കൊടുക്കാം, അതല്ലെങ്കിൽ ഈ അടിമക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പണിയൊക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അല്ല മാസം കൊടുത്തിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, സ്വയം മോചിപ്പിച്ചെടുക്കാം. അതിനാണ് മുക്കാത്തബത്ത് എന്ന് പറയുന്നത്. ഇവിടെ ബരീറ പറയുന്നത് കാതബ്തു അഹ്ലി അലാ 9 അവാഖ്,
9 ഊഖിയക്ക് ഞാൻ എന്നെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒരു ഊഖിയ എന്ന് പറയുന്നത് 40 ദിർഹമാണ്. അതാ 360 ദിർഹത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ മോചിപ്പിക്കാൻ. അത് കൊടുത്തിട്ടില്ല. ഫി കുല്ലി ആമിന് ഊഖിയ, അത് 9 വർഷം കൊണ്ടേ നടക്കുള്ളൂ. ഓരോ വർഷവും ഞാനൊരു ഊഖിയ 40 ദിർഹം കൊടുക്കും. അങ്ങനെ വിഷയമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫഈനീനി, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ അധ്വാനിക്കുകയാണെങ്കിൽ ഇത്രയും വർഷം എടുക്കും. അപ്പോൾ എനിക്കൊരു കടമായിട്ടോ മറ്റോ വന്ന് എന്നെ സഹായിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറയാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖുൽതു ഇൻ അഹബ്ബ അഹ്ലുകി അൻ അഉദ്ദഹാ ലഹും വയകൂന വലാഉകി ലി ഫഅൽതു. നിന്റെ കുടുംബം അഥവാ മുഗീസ് എന്ന് പറയുന്ന സഹാബിയാണ്, ബരീറ റളിയല്ലാഹുവിൻ്റെ ഭർത്താവ്. അപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള പണം നിനക്ക് തരാം. പക്ഷേ അതിനുശേഷം എനിക്കായിരിക്കും പിന്നീട് വല ഉണ്ടാവുക, രക്ഷാധികാരി ഇനി ഞാനായിരിക്കും. അത് ആരാണോ അടിമയെ മോചിപ്പിച്ചത് അയാൾക്ക് പിന്നീട് അടിമ രക്ഷാധികാരിയാണ്. അയാളാണ് അടിമയുടെ കാര്യം നോക്കേണ്ടത്. അയാൾക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് അടിമ ജോലിയൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഫസാബത്ത് ബരീറ ഇല അഹ്ലിഹ, ബരീറ ഈ കാര്യം പറയാൻ വേണ്ടി, അത് പണം തരാം, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, ഇനി വേറൊരാൾക്ക് കൊടുക്കുകയാണ് എന്ന കാര്യത്തിൽ പറഞ്ഞു പോവാൻ. ഫഖാലത്ത് ലഹും, അവരവരോട് പറഞ്ഞു. ഫഅബൗ അലൈഹ, അവർ എന്ത് ചെയ്തിട്ടില്ല, അത് അനുസരിച്ചിട്ടില്ല, അവരത് സമ്മതിച്ചില്ല. ഫജാഅത് മിൻ ഇൻദിഹിം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ്, അവർ തിരിച്ചു വന്നു മറുപടി പറയുന്നതിന് വേണ്ടി. എൻ്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇൻ അറദ്തു ദാലിക അലൈഹിം ഫഅബൗ ഇല്ല അൻ യകൂന ലഹുമുൽ വല, ഞാൻ ഈ കാര്യം അവരോട് അവതരിപ്പിച്ചു. അവർ പറയുന്നത് വല, അതിൻ്റെ രക്ഷാധികാരി അഥവാ അടിമയുടെ ഉടമ അപ്പോഴും ഞാനായിരിക്കും, വിറ്റാലും ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഫസമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറത് ആയിഷതു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ആ കാര്യം അറിയിച്ചു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദീഹാ വഷ്തരിതി ലഹുമുൽ വലാ ഫഇന്നമൽ വലാഉ ലിമൻ അതക്, നീ ഒരു കാര്യം ചെയ്യ്, അത് അവളെ കൊടുക്കുക, പണമൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞതുപോലെ ഷർത്തുണ്ട് എന്ന് പറഞ്ഞേക്കൂ. ഫൈനമൽ വലാഉ ലിമൻ അതക്, തീർച്ചയായും മോചിപ്പിച്ച ആൾക്ക് തന്നെയാണ് അതിനുള്ള അധികാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ വാചകം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പറയാം. ഫഫഅലത് ആയിഷ പ്രകാരം പറഞ്ഞു, നീ പോയി പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, പൈസ തരാം എന്ന രീതിയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. സുമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാസ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുള്ള കൂടിയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഫഹമിദല്ലാഹു വസ്ന അലൈഹി, ഹംദുൻ സലാത്തൊക്കെ അല്ലെങ്കിൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ അവിടുന്ന് ആരംഭിച്ചു. സുമ്മ ഖാൽ അമ്മാ ബഅദ്, പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഫമാ ബാലു റിജാലിൻ യശ്തരിതൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ലാഹ്, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, അവർ അള്ളാഹുവിന്റെ കിതാബിലില്ലാത്ത ചില നിബന്ധനകളാണല്ലോ വെക്കുന്നത് ഇടപാടുകളിൽ. മാ കാന മിൻ ശർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹ് ഫഹുവ ബാത്തിൽ, അള്ളാഹുവിന്റെ കിതാബിലില്ലാത്ത നിബന്ധനകളെല്ലാം ബാത്തിലാണ്. വ ഇൻ കാന മിഅത ശർത്ത, അതങ്ങനത്തെ 100 ഷർത്തുകൾ അവർ വെച്ചാലും ശരി. ഖളാഉല്ലാഹി അഹഖ്, അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും ശരിയായത്. വ ശർത്തുല്ലാഹി ഔസഖ്, അള്ളാഹുവിന്റെ നിബന്ധനകളാണ് ഏറ്റവും ഉറപ്പുള്ളത്. വ ഇന്നമൽ വലാഉ ലിമൻ അതക്, തീർച്ചയായും ആരാണോ മോചിപ്പിക്കുന്നത് അവർക്ക് തന്നെയാണ് അടിമയുടെ ഉടമസ്ഥാവകാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ബരീറയുടെ ഈ കഥയുമായി ബന്ധപ്പെട്ട് 2-3 ഫായിദകൾ പറയുന്നുണ്ട്. അത് അതിൻ്റെ വിശാലമായ ഹദീസിൽ വേറെ ചില കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതിലൊന്ന്, ബരീറയെ മോചിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇത് കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ മോചിപ്പിക്കുന്നു, പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ച്, മുഗീസിനെ ഭർത്താവായി സ്വീകരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോടൊപ്പം തന്നെ ജീവിക്കാം. സാധാരണഗതിയിൽ അത് നിബന്ധന ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കാണ് ഉടമസ്ഥാവകാശം, ഇവർക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം തന്നെ കഴിയാം, ഞാൻ മോചിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം തന്നെ കഴിയാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ ബരീറക്ക് മുഗീസിനെ ഒരിക്കലും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. എന്നാൽ മുഗീസിന് ബരീറെ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ തഅജബൂന മിൻ ഹുബ്ബി മുഗീസിൻ ബരീറ വമിൻ ബുഗ്ദി ബരീറത മുഗീസിൻ, നിങ്ങൾക്ക് അത്ഭുതമില്ലേ, മുഗീസിന് ബരീറെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ബരീറക്ക് മുഗീസിനെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ രണ്ടും സാധാരണഗതിയിൽ ഒരാൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെടലാണ് പതിവ്, അല്ലെങ്കിൽ അങ്ങോട്ട് വെറുത്താൽ ഇങ്ങോട്ടും വെറുക്കും. ഇത് ഭയങ്കര അത്ഭുതകരമാണ്. മുഗീസിന് ബരീറെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ബരീറക്ക് മുഗീസിനെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ശഫാഅത്ത് ചെയ്തപ്പോൾ അവർ ചോദിച്ചു, എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ കഴിയുക എന്നുള്ളത് താങ്കൾ എന്നോട് കൽപ്പിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ഷാഫി, അല്ല ഞാൻ ഒന്ന് ശുപാർശ ചെയ്തതാണ് നിൽക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളത്. അവർ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല,
അങ്ങനെ അവരുടെ നിക്കാഹ് അത് ദുർബലപ്പെടുത്തുകയും ചെയ്തതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമാണ്. അതിലൊരു ഫായിദ അതാണ്. ചിലപ്പോൾ ഭർത്താവിന് ഭാര്യ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ തിരിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് തിരിച്ചും ഉണ്ടായേക്കാം. അതിൽ നിങ്ങൾക്ക് അത്ഭുതമില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അതൊരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ബരീറയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മുഗീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അടുപ്പത്ത് എന്തോ ഒരു ഇറച്ചി വേവുന്നത് കണ്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ അതിൽ ഇറച്ചിയൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലം അറൽ ബുർമത ഫീഹാ ലഹ്ം, അവിടെ ഇറച്ചി ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ വിളമ്പിയിട്ടില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് സദക്കയായിട്ട്, ബരീറക്ക് സദക്കയായിട്ട് കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് സദക്ക പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ വിളമ്പാതിരുന്നത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അലൈഹ സദഖ വലന ഹദിയ, അത് അവൾക്ക് സദക്കയായിട്ട് കിട്ടിയതാണ്, ഇനി അവൾ എനിക്ക് തരുമ്പോൾ അത് ഹദിയ. അപ്പോൾ അത് ആ നിലക്ക് അനുവാദമുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് സദക്കകൾ, സക്കാത്തിന്റെ പണം തങ്ങൾ കുടുംബം കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ വേറൊരാൾക്ക് സക്കാത്തിന്റെ പണം കിട്ടിയാൽ അത് അവളുടെ പണമായി, വേറൊരു സാധുവിന് സക്കാത്തിന്റെ പണം കിട്ടിയാൽ അവരുടെ പണമായി. പിന്നെ അവർ നമുക്ക് തരുമ്പോൾ നമുക്ക് ഹദിയ, അത് നമുക്ക് ഹദിയാണ്. അത് നമുക്ക് നേർക്ക് നേരെ സക്കാത്തിന്റെ പണം അത് അനുവദനീയമല്ല, അതായത് തങ്ങളുടെ കുടുംബക്കാർക്ക്. പക്ഷേ എന്ത് ചെയ്യാണ്, അത് ആ നിലക്ക് വരുമ്പോൾ അത് അനുവദനീയമാണ് എന്നൊരു ഫായിദ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഫവായിദ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. കാരണം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, അദ്ദേഹം സദക്കയുമായിട്ടുള്ള പണം വാങ്ങാൻ വേണ്ടിയിട്ട്, അഥവാ ഇസ്ലാമിക ഗവൺമെന്റിന് വേണ്ടി പണം വാങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ആളാണ്. പക്ഷേ അതൊക്കെ പിരിച്ചുകൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹിയ ഔസാഖുന്നാസ്, ജനങ്ങളുടെ അഴുക്കുകളിൽപ്പെട്ടത്. അതൊരു പ്രയോഗമാണ്, അതായത് അവരുടെ ബാക്കി മിച്ചം വന്ന കാര്യങ്ങളാണിത്. ഇന്നമാ ലാ തഹില്ലു ലി ആലി മുഹമ്മദ്, ഇത് മുഹമ്മദ് കുടുംബത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അടിസ്ഥാനം, അവർക്ക് സക്കാത്തിന് അവകാശമില്ല എന്നുള്ളതാണ്. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഹുമുസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബൈത്തുൽ മാലിലുള്ള ആ സമ്പത്തിൽ അതിൽ 5-1 ഭാഗം അത് ആർക്കായിരിക്കും? നബി കുടുംബത്തിനായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നും പണം ലഭിക്കുകയില്ല. പിന്നീട് അവർപ്പെട്ട ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കങ്ങനെ മരണപ്പെടാൻ സാധിക്കുകയില്ല, അത് ഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞ് മരണപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ദറൂറത്തിന്റെ അവസ്ഥയിൽ അത്തരം കുടുംബങ്ങൾക്ക് സക്കാത്തിന്റെ പണം സ്വീകരിക്കാം എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഫായിദയാണ്. മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് ഈ വലാഇന്റെ വിഷയമാണ്. ആരാണോ മോചിപ്പിക്കുന്നത് അവർക്കാണ് വല ഉണ്ടാവുക. ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹക്കായിരിക്കും ബരീറയുടെ എന്തുണ്ടാവുക? ഉടമസ്ഥാവകാശം ഉണ്ടാകുക. അപ്പൊ അവരത് ഞാൻ വേണമെങ്കിൽ വിൽക്കാം, പൈസ വാങ്ങിയിട്ട് വിൽക്കാം, പക്ഷേ അത് എന്ത് ചെയ്യില്ല, ഞാൻ തരികയില്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ല, ആ ഷർത്ത് സഹീഹല്ല, അങ്ങനെ ഷർത്ത് വെക്കാൻ പാടില്ല. കാരണം അള്ളാഹിന്റെ കിതാബിൽ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ വന്ന ഹദീസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അൽ വലാഉ ലിമൻ അഅതഖ്, ആരാണോ മോചിപ്പിക്കുന്നത് അവർക്കാണ് വല ഉണ്ടാവുക എന്നാണ്. ഇവിടെ സാന്ദർഭികമായി എന്താണ് അടിമയുമായി ബന്ധപ്പെട്ട വിഷയം പലർക്കും അറിയണ്ടാവുകയില്ല. അടിമ എന്ന് പറയുന്ന സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഇല്ല. എങ്ങനെയാണ് അടിമകൾ ഉണ്ടാകുന്നത്? ഇസ്ലാമിക ഭരണകൂടം യുദ്ധം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും പോയി എവിടെയെങ്കിലൊക്കെ യുദ്ധം ചെയ്യുന്ന യുദ്ധങ്ങളൊന്നും ഇസ്ലാം അത് ജിഹാദായിട്ട് പരിഗണിക്കുകയില്ല. ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഷർത്തുകളും ഫർദുകളൊക്കെ പാലിച്ചുകൊണ്ട് മറ്റു രാജ്യക്കാർ ദഅവത്ത് നടത്താൻ പോകുമ്പോൾ തടസ്സമുണ്ടാകുന്ന സമയത്ത് ഒരു വേള എന്ത് ചെയ്യേണ്ടി വരും? യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിക്കാതെ കുറേ ആളുകൾ ബാക്കിയുണ്ടാകും. അപ്പം അങ്ങനെ ബാക്കിയുണ്ടാകുന്ന ആളുകളെ, കുഫാറുകളായ ആളുകളുടെ അവരുടെ സ്ത്രീകളെ ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അടിമകളായി അവർക്ക് നിശ്ചയിക്കാം. അവർക്ക് വേണമെങ്കിൽ കപ്പം കൊടുത്ത് അവിടെ ജീവിക്കാം, ജിസിയ കൊടുത്ത് ജീവിക്കാം, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളാകാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ അടിമകളായി തുടരാം. ഇതേത് വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. അങ്ങനെ അവർ അടിമകളായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മോചിപ്പിക്കാനുള്ള മാർഗങ്ങളും എളുപ്പാക്കിയിട്ടുണ്ട്. അവരെ മോചിപ്പിക്കുക എന്നുള്ള മാർഗം എളുപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫലൗ ഖാതൽനൽ കുഫാർ, നമ്മൾ കുഫാറുകളോട് യുദ്ധം ചെയ്തു, വസബബ്ന നിസാഅഹും വദുരിയാതിഹിം, അവരുടെ സ്ത്രീകളെയും കുട്ടികളൊക്കെ അത് നമുക്ക് ലഭിച്ചാൽ, സാറു അബീദൻ ലന, അവർ ഞങ്ങൾ അടിമകളാകും. വരിഖുൽ ഇൻസാനി ഖൈറും മിൻ റിഖി ശൈത്താൻ, അവർ പിശാചിന്റെ അടിമകളാകുക എന്നതിനേക്കാളും നല്ലതാണ് മുസ്ലിമീങ്ങളുടെ അടിമകളാവുക എന്നുള്ളത്. കാരണം കുഫാറുകൾ ആളുകൾ ഫഹും ലമ്മാ കാനു കുഫാറൻ കാനു അരിഖാ ലിശൈത്താൻ, അവർ കുഫാറുകൾ അവർ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാതെ കുഫറിൽ ജീവിക്കുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ
പിശാചിന്റെ അടിമകളായി തീരലാണ്. അവരത് സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവർ പിന്നീട് പിശാചിന്റെ അടിമകളായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും അവർക്ക് ഖൈറാണ് മുസ്ലിമിന്റെ അടിമയായി കഴിയുക എന്ന് പറയുന്നത്. അല്ലാതെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവരുടെ നിലവാരത്തിൽ കുറഞ്ഞു പോകുന്നില്ല, നിലവാരം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിമിന്റെ അടിമയായി മാറി, നേരത്തെ പിശാചിന്റെ അടിമയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു മുസ്ലിം അതിനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും സ്വതന്ത്രയായി മാറുകയും ചെയ്യും. ഒരുപാട് കഫാറത്തുകൾ, പ്രായശ്ചിത്തങ്ങളും മറ്റുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അവരെ മോചിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഏതൊരു നിയമം വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള നിയമം. അതേത് അവിശ്വാസിക്കും ഏത് യുക്തിവാദിക്കും അത് താല്പര്യമില്ലെങ്കിലും ശരി, ലോകങ്ങളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഖൈറുള്ള നിയമം. അത് പാലിക്കുന്നവർക്കും ആ നിയമത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും, ഈ അടിമകളായി തീരുന്ന ആളുകൾക്കും ഒക്കെ ഏറ്റവും ഖൈറായിട്ടുള്ള നിയമം അത് തന്നെയായിരിക്കും. സാധാരണഗതിയിൽ മറ്റ് രീതികളിലൊക്കെ ഇത്തരം യുദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ യാതൊരു തരത്തിൽ ഉത്തരവാദിത്വവും ഇല്ലാതെ അവരെ ക്രൂരമായി കൊല ചെയ്യുക, ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുക, ആ രൂപത്തിൽ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം നേർക്ക് നേരെയുള്ള രീതിയിലാണ് അവർക്കതിൻ്റെ അവകാശങ്ങളും മറ്റുമൊക്കെ നൽകി ഒരു ഭാര്യയുടെ പദവി നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അടിമകളോട് ഇസ്ലാം പെരുമാറുന്നത്. പുരുഷന്മാരാണെങ്കിൽ അവർക്കും ആ നിലക്കുള്ള ജോലികളും മറ്റുമൊക്കെ ചെയ്ത് അവിടെ ജീവിക്കാം എന്നുള്ളതാണ്. ഇതേപോലെ അവർക്ക് ജോലി ചെയ്ത് മുക്കാത്തബത്ത് പണം കൊടുത്ത് സ്വന്തമായി അവർക്ക് മോചിപ്പിക്കാനും സാധിക്കും. അതേപോലെ മറ്റൊരാൾക്ക് അവരെ മോചിപ്പിക്കാനും ഒക്കെ സാധിക്കും. ഇത് അടിമകളുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദീഹ വഷ്തരി ലഹുമുൽ വല, ഒരു കാര്യം ചെയ്യ്, അവരോട് പറയൂ, അത് നിങ്ങൾ പറയുന്ന ഷർത്തൊക്കെ പാലിച്ചോളൂ എന്ന് അവരോട് പറയാൻ പറയുന്നുണ്ട്. അവർ എന്ത് ചെയ്യാണ്, പോയി പറയുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ബാലു റിജാൽ യശ്തരിതൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ലാഹ്. എന്താണ് ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ? അവർ ചില നിബന്ധനകൾ വെക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലില്ല. അല്ലാഹുവിന്റെ കിതാബിലില്ല എന്ന് പറയുമ്പോൾ ഹദീസും അവിടെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. കാരണം എല്ലാ ഷർത്തുകളും ഖുർആനിൽ മാത്രമല്ല ഉള്ളത്, ചില ഷർത്തുകളൊക്കെ ഹദീസുകളിലുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ കിതാബിലില്ലാത്ത ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് ഹദീസും കൂടി അവിടെ ഉൾപ്പെടുന്നുണ്ട്. കാരണം അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ കിതാബിലെ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ വിലക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫീ കിതാബില്ല എന്ന് പറഞ്ഞാൽ ഫീ സുന്നത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും അത് പെടുന്നുണ്ട്. ഫഹുവ ബാത്തിലും, ആ കിതാബിലില്ലാത്തത് ബാത്തിലാണ്. വഇൻ കാന മിഅത ഷർത്ത്, അത് 100 ഷർത്ത് ഉണ്ടായാലും ശരി എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും ശരിയായിട്ടുള്ള വിധി. അള്ളാഹുവിന്റെ നിബന്ധനകളാണ് ഏറ്റവും ഔസഖായിട്ടുള്ള, ഏറ്റവും ശക്തമായ ബലവത്തായിട്ടുള്ള നിബന്ധനകൾ. ആളുകൾ വെക്കുന്ന നിബന്ധനകളല്ല. വഇന്നമൽ വലാഉ ലിമൻ അതഖ്, ആരാണോ മോചിപ്പിക്കുന്നത് അവർക്കാണ് ഉടമസ്ഥാവകാശം എന്നാണ് പറയുന്നത്. ഇത് സഹോദരങ്ങളെ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിൽ ഒരുപാട് ഫായിദകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് അദ്ദേഹം പറയുന്നു, അന്ന ശുറൂത്തൽ ഫാസിദത ഇദാ ഉക്കിദത് ലാ തസ്ബുത്. ഒരു ഫാസിദായ തെറ്റായിട്ടുള്ള ഷർത്തുകൾ എത്ര ഉറപ്പിച്ചാലും അത് എന്ത് ചെയ്യുകയില്ല, അത് ശരിയാവുകയില്ല. ദീനിനോട് എതിരാകുന്ന ഒരു ഷർത്താണെങ്കിൽ, അത് എത്ര ഉറപ്പിച്ചിട്ടുള്ള ഷർത്താണെങ്കിലും ശരി, എത്ര ബലവത്തായി അവർ നിശ്ചയിച്ചാണെങ്കിലും ശരി, അത് ശരിയാവുകയില്ല, സ്ഥിരപ്പെടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹു ബാത്തിലും വഇൻ കാനത് മിഅത ഷർത്ത്, 100 ഷർത്തുണ്ടെങ്കിലും അത് ശരിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ കല്യാണം കഴിക്കുകയാണ്. ഒരു സ്ത്രീ കല്യാണം കഴിക്കുമ്പോൾ ഒരാൾ രണ്ടാമത്തെ വിവാഹം ആലോചിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയാണ്, എൻ്റെ നിക്കാഹ് നടക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാര്യയെ നീ ത്വലാഖ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആ അഖ്ദ് അത് ബാത്തിലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ തസ്അലിൽ മർഅതു ത്വലാഖ ഉഖ്തിഹാ ലിതസ്തഫ്രിഗ സഫഹതഹാ വൽതൻകിഹ് ഫഇന്ന ലഹാ മാ ഖുദ്ദിറ ലഹാ. ഒരു സ്ത്രീയും തൻ്റെ സഹോദരി എന്നാണ് പറഞ്ഞത്, ഒന്നാമത്തെ ഭാര്യയെ തൻ്റെ സഹോദരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവളെ ത്വലാഖ് ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല. ലിതസ്തഫ്രിഗ സഹഫതഹാ, അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന അവൾക്കുണ്ടായിരുന്ന പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അവൾക്ക് കിട്ടിയ അവകാശങ്ങളൊക്കെ നിനക്ക് മാത്രമായി കിട്ടുന്നതിന് വേണ്ടി നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ ഭാര്യയെ ത്വലാഖ് ചെയ്യണം എന്ന് പറയാൻ പാടില്ല. വൽതൻകിഹ്, അവള് നിക്കാഹ് ചെയ്യട്ടെ. ഫഇന്ന ലഹാ മാ ഖുദ്ദിറ ലഹാ, അള്ളാഹു കണക്കാക്കിയതൊക്കെ എന്തുണ്ടാകും, അവൾക്കുണ്ടാകും. കാരണം സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പേടിയതാണ്. രണ്ടാമത് കല്യാണം കഴിച്ചാൽ എനിക്ക് കിട്ടുന്ന ഇപ്പം കിട്ടിയ ഈ അവകാശങ്ങളും മറ്റൊക്കെ അവർക്കും കൂടി പോകുമല്ലോ. അപ്പോൾ എനിക്ക് മാത്രമായി കിട്ടണമെങ്കിൽ ആദ്യത്തെ ആൾ ഒഴിവാക്കിയേക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കുകയാണ്. ഇവിടെ അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഒരു ഉദാഹരണം കൊണ്ടുവന്നത് അതൊരു ബാത്തിലായ ഷർത്തിന്റെ ഉദാഹരണമായിട്ടാണ്. ഒരു ബാത്തിലായ ഷർത്തിന്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത്.
അതേപോലെ തന്നെ വേറൊരാൾ പറയാണ്, ഞാനിതാ ഈ വീട് വിൽക്കുകയാണ്, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്, ഞാൻ മറ്റൊരു വീട് കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കും, മറ്റൊരു വീട് കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കും, അങ്ങനെ ഒരു നിബന്ധനയുണ്ട് എന്ന് പറയാം. അതും ഫാസിദായ ഷർത്താണെന്നാണ് പറയുന്നത്. ഇതിനൊരു സമയപരിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ശരിയാണ്, അനുവദനീയമാണ്. ഒരു സമയപരിധി പറയാണ്, ഞാനിത് വിൽക്കുകയാണ്, പക്ഷെ എനിക്ക് 1 മാസം തരണം, കാരണം ഞാൻ വേറൊരു വീട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട് പണി തീരാൻ 1 മാസം കൂടി എടുക്കും, അതുകൊണ്ട് നമ്മൾ അഗ്രിമെന്റ് കച്ചവടമാക്കാം, 1 മാസം എനിക്ക് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ്. പക്ഷെ ഒരാൾ പറയുകയാണ് എനിക്ക് വേറൊരു വീട് കിട്ടുന്നത് വരെ, അങ്ങനെ ഒരു നിബന്ധന പറയുകയാണെങ്കിൽ അത് ശരിയല്ല എന്നാണ്. കാരണം വേറൊരു വീട് എപ്പാ കിട്ടാന്ന് പറയാൻ പറ്റൂല, ചിലപ്പോൾ ഇയാൾ വഞ്ചിക്കും, ഇയാൾ പറയും ഓരോ വീട് കണ്ടാൽ ഇതെനിക്ക് ശരിയാവില്ല, അത് ശരിയായിട്ടില്ല. അയാൾ എടുക്കുന്ന വീടാണെങ്കിൽ അത് വേഗമൊന്നും പണി കഴിക്കാതെ അയാൾ എന്ത് ചെയ്യും, അത്രയും കാലം ഇവിടെ തന്നെ ഇരിക്കും, ഈ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ കച്ചവടം കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് കയ്യിൽ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ബാത്തിലായ ചില നിബന്ധനകളുടെ ഉദാഹരണമായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാം. എന്നാൽ വേറെ സഹീഹായ നിബന്ധന ഉദാഹരണമായിട്ട് പറയാണ്, ഒരു സ്ത്രീ ഒന്നാമത് തന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ നിബന്ധന വെക്കാം, നിങ്ങളിന് വേറൊരാളെ നിക്കാഹ് കഴിക്കാൻ പാടില്ല എന്ന് അവൾക്ക് തുടക്കത്തിൽ നിബന്ധന വെക്കാൻ അനുവദനീയമായ കാര്യമാണ്. കാരണം അതിൽ ആരോടും ദുൽമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ ആ നിബന്ധന അംഗീകരിച്ചിട്ട് മാത്രമേ ഇവിടെ നിക്കാഹ് ചെയ്താൽ മതി. എന്നാൽ നേരത്തെ ആദ്യത്തെ കാര്യത്തിൽ ദുൽമാണ്, കാരണം ആദ്യമുള്ള ഭാര്യയെ ഒഴിവാക്കാനാണ് പറയുന്നത്, അത് ദുൽമാണ്, അത് പാടില്ല. എന്നാൽ തുടക്കത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാം, അവൾക്കൊരിക്കലും ഇനി വേറൊരു ഭാര്യ ഉണ്ടാവുന്നത് സഹിക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ അവൾക്ക് ആ നിബന്ധന ഉറച്ചു പറയാം, ഞാൻ ഇങ്ങനെ ഒരു നിബന്ധന വെക്കും, നിങ്ങൾ ഒരാളെ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരാൾ നിബന്ധന സ്വീകരിച്ചാൽ പിന്നീട് അത് പാലിക്കല ഭർത്താവിന് നിർബന്ധമാണ്. വൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമീങ്ങൾ അവരുടെ ഷർത്ത് പാലിക്കുന്നവരാണ്, അത് പിന്നെ തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിബന്ധന തെറ്റിക്കാൻ പാടില്ല, കാരണം അവൻ അംഗീകരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിക്കാഹ് ചെയ്തിട്ടുള്ളത്. അപ്പം അനുവദനീയമായതും അല്ലാത്തതുമായ നിബന്ധനകൾ ഇങ്ങനെ ഉണ്ടാകും. അപ്പം ഏതാണ് അനുവദനീയമായ നിബന്ധന എന്നുള്ളത് എന്ത് ചെയ്യണം, ഓരോരുത്തരും പഠിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ലിസ്റ്റിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറ്റുമോ ഇല്ല എന്നല്ല, ഒരു ഉടമ്പടി നടക്കുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു നിബന്ധന അവർ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നു, അന്ന ശുറൂത്ത് അൽ മുഖാലിഫത ലി കിതാബില്ല ബാത്തുൽ മർഫൂള, അള്ളാഹുവിന്റെ കിതാബിനോട് എതിരാകുന്നതാണെങ്കിൽ അത് ആ നിബന്ധന വെക്കാൻ പാടില്ല, വെച്ചാലും ശരിയാവുകയുമില്ല. അള്ളാഹിന്റെ കിതാബിനോട് ഒരാളിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ടാമത് കല്യാണം കഴിക്കുന്ന സ്ത്രീ പറയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ അവളെ തലാഖ് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറയാണ്. അത് പിന്നെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോലും അത് പാലിക്കേണ്ടതില്ല. കാരണം അത് നിബന്ധന, അത് ബാത്തിലായ നിബന്ധനയാണ്, അത് നിലനിൽക്കുകയില്ല. ബാത്തിലായ നിബന്ധനയാണ്, അത് നിലനിൽക്കുകയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാണ്. എന്നാൽ അന്ന ശുറൂത്ത് അല്ലത്തി ലാ തുഖാലിഫു കിതാബല്ലാഹ് ശുറൂത്തുൻ സഹീഹ ലാസിമത്തുൻ സാബിത, എന്നാൽ അള്ളാഹിന്റെ കിതാബിനോട് എതിരാകാത്ത ഷർത്തുകൾ എന്ത് ചെയ്യാം, അത് പാലിക്കാം എന്നാണ് പറയുന്നത്. അത് അനുവദനീയമായ കാര്യം, അത് പാലിക്കുകയും വേണം. ഔഫു ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പാലിക്കണം, കാരണം നിങ്ങൾ കരാർ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫായിദ അദ്ദേഹം പറയുന്നു, ഇതിനോട് ബന്ധമുള്ളത് തന്നെയാണ്, അന്നഹു ഇദാ തആറള ശർതു ശർഈ വ ശർതുൽ ഉർഫി ഔ ലഫ്ളി ഫഇന്നഹു യുഖദ്ദമു ശർതു ശർഈ, അല്ലാഹുവിന്റെ ഷർത്തും ദീനിന്റെ ഷർത്തും അതേപോലെ നാട്ടു നടപ്പായിട്ടുള്ള ചില നിബന്ധനകളും എതിരായി വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഷർത്താണ് അത് എന്ത് ചെയ്യേണ്ടത്, പാലിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖളാഉല്ലാഹി അഹഖ് വ ശർത്തുല്ലാഹി ഔസഖ്, അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും ശരിയായ വിധി. അള്ളാഹു ഈ വിഷയത്തിൽ തീരുമാനം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശരിയായ വിധി, അത് പാലിക്കണം. വശർത്തുല്ലാഹി ഔസഖ്, അള്ളാഹുവിന്റെ നിബന്ധനയാണ് ഏറ്റവും ഉറപ്പുള്ളത്, ഏറ്റവും വിശ്വസിക്കേണ്ടത് അതാണ് എന്ന് പറയുന്നുണ്ട്. അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദ, അന്നൽ വലാ ലിമൻ അഅതഖ് ഹത്താ വഇൻ അഅതഖഹു ഫിൽ കഫാറ, ഒരാളുടെ വലാ, അത് ആരാണ് മോചിപ്പിച്ചത് അവർക്കാണ് ലഭിക്കുക, അതൊരു കഫാറത്തിന് വേണ്ടി മോചിപ്പിച്ചാണെങ്കിൽ ശരി. കാരണം ചില കഫാറത്തിന് ഒരു അടിമയെ മോചിപ്പിക്കാന്നുണ്ട്. ഇപ്പോൾ ഒരു റമദാന്റെ പകല് ഭാര്യ ഭർത്തൃ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം പറയുന്നത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിമയെ അങ്ങനെ മോചിപ്പിച്ചാലും ശരി, അത് ആർക്കാണ് ലഭിക്കുക, ആരാണോ മോചിപ്പിച്ചത് അവർക്കാണ് ലഭിക്കുക എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത്തരം സാഹചര്യങ്ങളിൽ അത് കഫാറത്തുകൾക്ക് മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാൽ ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ ബൈത്തുൽ മാലിലേക്കാണ് അത് പോകുക എന്ന അഭിപ്രായം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. നാലാമത്തെ ഫായിദ, അന്ന മാ കാന ഹറാമൻ ലികസ്ബിഹി ഇദാ ഉഖിദ ബിതരീഖിൻ മുബാഹ് ഫലാ ബഅസ ബിഹി, ഒരു കാര്യം ഹറാമായ സമ്പാദ്യത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ പിന്നീട് വേറൊരാൾക്ക് അത് അനുവദനീയമായ മാർഗത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ ഫലാ ബഅസ ബിഹി, അത് തെറ്റില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയാണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേർക്ക് നേരെ ആ ഇറച്ചി കഴിക്കൽ നിഷിദ്ധാണ്. കാരണം ആലു മുഹമ്മദിന് സ്വതക്ക പാടില്ല.
എന്നാൽ അത് സദഖയായിട്ട് അത് മാറിയിട്ട് ഹദിയായിട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അനുവദനീയമായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വേറെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ലൗ അന്നക ദഹബ്ത ഇലൽ ബങ്ക് وصرفت منه دراهم في 100 مجموعة ب100 أفراد فإنه يجوز لأنني أنا عاملته معاملة على وجه حلال أما هو معاملة ربوية على نفسه. എന്നാൽ ഒരു ബാങ്കുമായിട്ട് ഒരാൾ ഇടപാട് നടത്താണ്. ഇയാൾ നടത്തുന്ന ഇടപാടിൽ എന്തില്ല, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് ഇയാൾ നടത്തുന്നില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, അത് അനുവദനീയമാണ് എന്നാണ്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരു നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി, അയാൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അയാളുടെ വരുമാനമൊക്കെ ഹറാമിലാണ്, പക്ഷേ അയാൾ നൽകുന്ന ഭക്ഷണം നമുക്ക് അനുവദനീയമാണ്. കാരണം അയാൾക്ക് കെസ്ബിലൂടെ അയാളുടെ സമ്പാദ്യത്തിലുണ്ടായിട്ടുള്ള ഹറാമുകൾ നമുക്ക് ലഭിക്കുന്ന ഇടപാടിൽ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ അടുത്ത് സാധനം വാങ്ങാൻ വന്നാൽ കൊടുക്കാൻ പാടില്ല എന്നല്ല. കാരണം ആ പണം നമ്മളുമായിട്ടുള്ള ഇടപാട് കുഴപ്പമില്ല. അപ്പം അയാൾ നമ്മൾ കടയിൽ വന്നിട്ട് 1 കിലോ അരി വേണമെന്ന് പറഞ്ഞാൽ നിന്റെ പണം ഹറാമായ പണം അല്ല, അയാൾക്കാണ് അതിൻ്റെ കുറ്റമുള്ളത്. നമ്മളുമായിട്ടുള്ള ഇടപാടിൽ നമുക്ക് എന്തില്ല, കുഴപ്പമില്ല. എന്നാൽ പിന്നെ അയാൾ ആ കൊണ്ടുവരുന്ന പണം തന്നെ മോഷ്ടിച്ച പണമോ മറ്റൊരാളുടെ അടുത്ത് കട്ടെടുത്ത് എന്തെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന പണമാണെങ്കിൽ അത് അയാളോട് കച്ചവടം ചെയ്യാൻ പാടില്ല. ഒരു മോഷ്ടാവാണ്, അറിയപ്പെട്ട മോഷ്ടാവാണ്, അയാൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മൾ വിൽക്കാൻ പാടില്ല. കാരണം ആ പണം അത് സ്വന്തം നിലക്ക് തന്നെ അത് പാടില്ലാത്തതാണ്. എന്നാൽ അയാളുടെ സമ്പാദ്യത്തിൽ വന്ന ഹറാമാണെങ്കിൽ, ആ കസ്ബിലൂടെ വന്ന ഹറാമാണെങ്കിൽ അത് നമ്മളുമായിട്ടുള്ള ഇടപാടിൽ നമുക്കത് വിഷയം വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള മറ്റൊരു ഫായിദ പറയാണ്, യംബഗി ലിൽ ഖതീബി അൻ യുഅല്ലിഖൽ ഉമൂറ ബിൽ ഔസാഫി ലാ ബിൽ അഷ്ഖാസ്. ഈ പ്രസംഗിക്കുന്ന ആളുകൾ, വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകൾ, അവർ എന്തെങ്കിലുമൊക്കെ എതിർക്കുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ വിശേഷണങ്ങൾ പറയലാണ് നല്ലത്, ഒരു പ്രത്യേക വ്യക്തിയെ പറയുന്നതിനേക്കാളും. വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകം അവിടെ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ഈ നിബന്ധന വെച്ചതൊക്കെ ആരാണെന്ന് അറിയാം. പക്ഷേ അവിടുന്ന് പറയുന്നത് എന്താണ്, അവിടുന്ന് പറയുന്നത് ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യാണ്, അവർ ചില നിബന്ധനകൾ വെക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, യശ്തരിതൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ലാ, അള്ളാഹിന്റെ കിതാബിൽ ഇല്ലാത്ത ചില നിബന്ധനകൾ വെക്കുന്നു എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്. അപ്പം അങ്ങനെ പൊതുവായിട്ട് പറയുന്നതാണ് നല്ലത്. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തൊരു തെറ്റ് നമ്മൾ പ്രത്യേകം കണ്ടാലും ഒരു പ്രസംഗത്തിൽ ഇന്നാളിങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാളും അത് തിരുത്തുമ്പോൾ ഏറ്റവും ശരിയായ രൂപം എന്താണ്, ഇങ്ങനെ പറയാം, ചില ആളുകളൊക്കെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് എത്ര വലിയ അപകടമാണ് എന്ന രൂപത്തിൽ പറയലാണ് നല്ലത് എന്നാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ വേറെയും പറയുന്നുണ്ട്. സൗദി അറേബ്യയിലൊക്കെ ഉള്ളതായിരിക്കും. ചില പത്രങ്ങളിലൊക്കെ ചില മോശപ്പെട്ട അഥവാ സ്ത്രീകളുടെയും മറ്റുമൊക്കെ ഫോട്ടോകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പറയുമ്പോൾ ഒരു പ്രത്യേക പത്രത്തിൻ്റെ പേര് പറയുന്നതിനേക്കാളും അദ്ദേഹം പറയാണ്, ഇങ്ങനെ പത്രങ്ങളിൽ വരുന്ന ഈ ചിത്രങ്ങളെക്കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. കാരണം പിന്നീട് ചിലപ്പോൾ ആ പത്രം തിരുത്തിയാലും ഈ പറഞ്ഞത് അവിടെ ഇല്ലാതിരിക്കാൻ. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുമ്പോൾ അങ്ങനെ ആകുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുമോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എന്നാൽ പൊതുവായി പറഞ്ഞതിന് ശേഷം ഇന്ന പത്രങ്ങളിലൊക്കെ വന്നതുപോലെ, ആദ്യം പൊതുവായി എതിർത്തതിന് ശേഷം ഇന്ന രൂപത്തിലൊക്കെ വന്നതുപോലെ എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അത് ആളുകൾക്ക് തീരെ മനസ്സിലാവുകയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അവർക്ക് ഒഴിവാക്കേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ തിരുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ഫായിദ എടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൽ നിന്നാണ്. മാ ബാലു റിജാലിൻ യശ്തരിതൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ചില ഷർത്തുകൾ വെക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, ആളുകൾ ആരാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്നുള്ള കാര്യം കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. ശരി, ഇത്രയാണ് ഈ ഹദീസിലുള്ള ഫായിദയായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഹദീസ്, അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ അന്നഹു കാന യസിറു അലാ ജമലിൻ ഫാഇയ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയും സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം കാന യസിറു അലാ ജമലിൻ, ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ ഒരു ഒട്ടകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാഇയ, ആ ഒട്ടകത്തിന് ക്ഷീണം വന്നു. അത് ഒട്ടകം ചില സമയത്ത് അതിന് നമ്മുടെ വണ്ടിയൊക്കെ കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നത് പോലെ ഒട്ടകത്തിന് ഇതേപോലെ അത് മൊത്തം മുടക്കും, അതിന് തീരെ വയ്യാതാകും. അപ്പം അങ്ങനെ അത് തീരെ നടക്കാതായി ക്ഷീണിച്ചു, അങ്ങനെ ഒരു അവസ്ഥയായി. ഫഅറാദ അൻ യുസയ്യിബഹു, അദ്ദേഹം അതിനെ ഉപേക്ഷിച്ച് പോരാൻ തന്നെ തീരുമാനിച്ചു. കാരണം അതിനെയും കൂട്ടി പോകല് ഇതിനേക്കാളും പ്രയാസമാണ്. അപ്പം അവിടെ തന്നെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം പോകാമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഫലഹിക്കനി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടുമുട്ടി. ഫദഅലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വദറബഹു, ആ ഒട്ടകത്തിനൊരു അടിയടിച്ചു. ഫസാറ സൈറൻ ലം യസ്രി മിസ്ലഹു ഖത്തു, മുമ്പൊരിക്കലും സഞ്ചരിക്കാത്ത രൂപത്തിൽ നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദൃഷ്ടാന്തമാണ് അവിടെ വെളിപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഫായിദകൾ പറയാം.
സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാമധ്യേ ചോദിച്ചു, ബിഅനീഹി ബിഊഖിയ, ഒരു ഊഖിയക്ക്, നേരത്തെ പറഞ്ഞു 40 ദിർഹം, ഒരു ഊഖിയക്ക് നീ ഇതെനിക്ക് വിൽക്കൂ എന്ന് പറഞ്ഞു. ഖുൽതുല, അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. സുമ്മ ഖാല ബിഅനീഹി, പിന്നെയും പറഞ്ഞു ഇതെനിക്ക് വിറ്റൂടെ എന്ന് പറഞ്ഞു. ഫബിഅതുഹു ബിഊഖിയ, അങ്ങനെ ഞാൻ ഒരു ഊഖിയക്ക് അതിനെ വിറ്റു. ഇനിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരുന്നത്. വസ്തസ്നൈതു ഹുംലാനഹു ഇല അഹ്ലി, മദീനയിലെത്തുന്നത് വരെ എനിക്ക് ഇതിനെ സഞ്ചരിക്കണം എന്നൊരു നിബന്ധന വെച്ചു. അതൊരു പരിധി പറയുന്നുണ്ട്, മദീനയിൽ എത്തുന്നത് വരെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുവദനീയമായ ഒരു ഷർത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതാണ് ഇവിടെ കാണുന്നത്. വസ്തസ്നൈതു ഹുംലാനഹു ഇല അഹ്ലി, എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്കത് സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. ഫലമ്മ ബലഗ്തു, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയപ്പോൾ, അതൈതുഹു ബിൽ ജമൽ, ഞാൻ ഒട്ടകവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. നാട്ടിലെത്തിയാൽ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്, കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. ഫനഖദനി സമനഹു ثم رجعت فأرسل في إثري فقال أتراني ما كستك لآخذ جملك خذ جملك ودراهمك فهو لك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണം കൊടുത്തു. പണം കൊടുത്തതിന് ശേഷം പിന്നീട് എന്നെ പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു, അതുറാനി മാ കസ്തുക ലിആഖുദ ജമലക്, ഞാനിങ്ങനെ ബാർഗെയിൻ ചെയ്തത്, വിലപേശിയത് നിന്റെ ഒട്ടകം എനിക്ക് സ്വന്തമാക്കാനാണ് എന്ന് നീ വിചാരിച്ചുവോ? ഖുദ് ജമലക്, നീ നിന്റെ ഒട്ടകം എടുത്തോളൂ, ദറാഹിമക ഫഹുലക്, ഈ പണവും നിനക്ക് എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയായിട്ട് എന്നെ എന്ത് ചെയ്തു, അത് ഹദിയായിട്ട് തിരിച്ചു കൊടുത്തു. അതൊരു കച്ചവടമാക്കി. പിന്നീട് നാട്ടിലെത്തിയപ്പോൾ അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, പണവും കൊടുത്തു, ഒട്ടകത്തിനെയും വെച്ചോളാൻ പറഞ്ഞു. എത്രയാണോ പറഞ്ഞു രൂപ അത് കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് കൊടുക്കാനുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫായിദകൾ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത് ഹുസ്നുൽ ഖുലുഖി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതവാദുഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവവും വിനയവും. ഏതാണ് സൽസ്വഭാവം? പണ്ഡിതന്മാർ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഏറ്റവും പുറകിലാണ് സഞ്ചരിക്കുന്നത്. ഒരു യാത്രാ സംഘത്തിൽ ഏറ്റവും പുറകിലാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ നോക്കുകയാണ്, എല്ലാവരും സഞ്ചരിക്കുന്നുണ്ടോ, ആർക്കെങ്കിലുമൊക്കെ പ്രയാസമുണ്ടോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിക്കുക. മറ്റുള്ളവന്റെ ആവശ്യം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സൽസ്വഭാവമാണ്. മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയുന്നതൊക്കെ ഏറ്റവും വലിയൊരു സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സദഖയായിട്ടാണ് പഠിപ്പിച്ചത്. വതുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹാ ഔ തർഫഉ ലഹു അലൈഹാ മതാഅഹു സദഖ. ഈ ഒരു നിന്റെ സഹോദരനെ അവന്റെ വാഹനത്തിലേക്ക് കയറ്റുന്നത്, കാരണം ചെറിയ ഒട്ടകത്തിലൊക്കെ കയറാൻ സാധിക്കില്ല, അപ്പോൾ അയാൾക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുന്നത്, അതെല്ലാം കയറി കഴിഞ്ഞാൽ അവന് സാധനം വെച്ചു കൊടുക്കാനുണ്ടാവും. ആ സാധനം വെച്ചു കൊടുക്കാൻ വേണ്ടി നീ അതിന് എന്തെങ്കിലും പരിശ്രമിക്കുന്നത് അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാദുഉടെ വ്യക്തമാകുന്നുണ്ട്, വിനയം വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു യാത്രാ സംഘത്തിന്റെ നേതാവ് അതല്ലെങ്കിൽ ഭരണാധികാരി ഏറ്റവും മുൻപിലാണത് സഞ്ചരിക്കുക, പിന്നിലാണ് ബാക്കിയുള്ള ആളുകളൊക്കെ വരിക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പിന്നിൽ വരികയാണ്. അത് വിനയം അറിയിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പെരുമാറ്റത്തിൽ വിനയം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, മാ നഖസത് സദഖതു മിൻ മാലിൻ, സദഖ ചെയ്തത് കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അതേപോലെ ഒരാൾ അഫു ചെയ്തു കൊടുത്തുകൊണ്ട്, മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാതെ ഇരിക്കുകയില്ല. വമാ തവാദ അഹദുൻ ലില്ലാ ഇല്ലാ റഫഅഹുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില ഫായിദകൾ പറയാം. സദഖയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരാളുടെ കയ്യിൽ 1000 റിയാലുണ്ട്, നമുക്ക് വേണം നമ്മൾ നാട്ടിലത്തെ കാര്യം പറയാം. ഒരാളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അപ്പോൾ അയാൾ ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് നഖ്സാൻ ഉണ്ടാകുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, സദഖ ഒരിക്കലും സമ്പത്തിനെ കുറവ് വരുത്തുകയില്ല എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത്, ഇയാൾ 10,000 കൊടുത്താൽ ബാക്കി 90,000 ഇയാളുടെ കയ്യിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ അറിയാത്ത രൂപത്തിലുള്ള ബറക്കത്ത് അള്ളാഹു തആല അതിൽ നൽകും. അതായത് 90,000-ന് 1,00,000 ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതെങ്ങനെയാണ്? അള്ളാഹു തആല അവനറിയാത്ത മാർഗത്തിലുണ്ട്. അതേപോലെ തന്നെ അവന് വരാനിരിക്കുന്നതായ ആപത്തുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കൊടുക്കും. ഇപ്പോൾ ഒരാൾക്ക് എത്ര 1,00,000 റുപ്യ ഉണ്ടായാലും മാസത്തിൽ 50,000 60,000 ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നാൽ അതിന്റെ അവസ്ഥ എന്താണ്? അത്രയും രൂപ പോകും. അള്ളാഹു തആല ആ രൂപത്തിൽ ഇവനുണ്ടാകുന്ന കുറവുകൾ, ഈ രൂപത്തിൽ ഉണ്ടായേക്കാവുന്ന ചിലവുകൾ, അമിത ബാധ്യതകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കുറച്ച് തരും. അത് ബറക്കത്താണ്. അപ്പോൾ ആ നിലക്കുള്ള ബറക്കത്ത് ഒരാൾക്ക് ലഭിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കുക. നമ്മൾ ആ വാക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കണം. മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, സദഖ ഒരിക്കലും സമ്പത്തിനെ കുറക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതേപോലെ രണ്ടാമത് പറഞ്ഞത് അഫുവിന്റെ കാര്യമാണ്, മാപ്പാക്കുന്ന കാര്യമാണ്. ഇവിടെയും സാധാരണഗതിയിൽ നമ്മൾ മാപ്പാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം മാപ്പാക്കി കൊടുത്താൽ അവൻ വിചാരിക്കൂലേ ഞാനൊരാണല്ല,
അല്ലെങ്കിൽ എനിക്കതിൻ്റെ തൻ്റെ ഇടം ഇല്ല, അതുകൊണ്ടല്ലേ ഞാനത് ചോദിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ മകനല്ലേ, ഇന്ന കുടുംബത്തിലേക്ക് ജനിച്ചതല്ലേ, അപ്പോൾ ഞാനത് പകരം വീട്ടിയിട്ടില്ലെങ്കിൽ ഇത് മോശമല്ലേ എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ല ഇസ്സ, ആരെങ്കിലും ഒരാൾ അഫു ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അവനെ പിന്നീട് ആളുകൾ ഉയർന്നിട്ടാണ് കാണുക. നമ്മൾ വിചാരിക്കുക നമ്മളിപ്പോൾ മോശക്കാരായി എന്ന് ആളുകൾ ധരിക്കും, അതുകൊണ്ടാണ് നമ്മൾ മാപ്പാക്കാത്തത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തും, അവന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്നാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ചോദ്യം പറയുന്നുണ്ട്, ഹൽ അഫു അഫ്ളൽ മിൻ അഹ്ദി ബിസ്സാ, പ്രതികാരം ചെയ്യുന്നതിനേക്കാളും മാപ്പാക്കലാണോ അഫ്ളൽ, ഔൽ അഖ്ദു ബിസ്സാഇരി അഫ്ളൽ മിനൽ അഫ്, അല്ല പ്രതികാരം ചെയ്യലാണോ അഫ്ളൽ, അല്ല രണ്ടും ഒരുപോലെയാണോ? അദ്ദേഹം അവിടെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അത് ഒരു ഉപകാരമുണ്ടെങ്കിൽ, ഒരു വലിയൊരു ഉപകാരമുണ്ടെങ്കിൽ, വലിയൊരു മസ്ലഹത്തുണ്ടെങ്കിൽ അവിടെ മാപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു തആല പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ല, ഒരാൾ ഇങ്ങോട്ടൊരു തിന്മ ചെയ്താൽ തിരിച്ചങ്ങോട്ട് ചെയ്യാം. ഒരാൾ ഒരു അടിയടിച്ചാൽ തിരിച്ചൊരു അടിയടിക്കാൻ ദീൻ നമുക്ക് അവകാശം നൽകുന്നുണ്ട്. ഇങ്ങോട്ട് അടിയടിച്ചാൽ മുഖം കാണിച്ചെന്ന് രണ്ടാമത്തെ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന തത്വം ദീനില്ല. ഒരാൾ ഇങ്ങോട്ട് അടിച്ചാൽ അതിന് തുല്യമായിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൂടാൻ പാടില്ല. അത് ദീൻ അനുവാദം നൽകുന്ന കാര്യമാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ. എന്നാൽ അല്ലാഹു തആല അതിനുശേഷം ഉന്നതമായ നിലവാരം പറഞ്ഞിട്ടാണ്, ഫമൻ അഫ, ആരെങ്കിലും മാപ്പാക്കുന്നു, വ അസ്ലഹ, കാര്യം നന്നാക്കുന്നു, ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു തആല നല്ല പ്രതിഫലം നൽകും. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമം ചെയ്യുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. ഒരടി അടിച്ച് തിരിച്ച് രണ്ടടി അടിച്ചാൽ ഇവൻ അക്രമിയായി. അവനാണ് ആദ്യം തുടങ്ങിയതെങ്കിലും ഒരടി അടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് രണ്ടടി അടിച്ചാൽ ഇവൻ അക്രമിയായി. അതിന് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി പറയുന്നത് മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ആളുകൾ മൂന്ന് തരക്കാരാണ്. ഒരു വിഭാഗം ആളുകൾ എന്തുണ്ടായാലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും, അത് അവർ വിട്ടുകൊടുക്കൂല. എന്നെ അങ്ങനെ അടിച്ചാൽ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞാൽ എന്തായാലും ഏത് വിഷയമായാലും അവർ പ്രതികാരം ചെയ്തിരിക്കും. വേറെ ചില ആളുകൾ എല്ലാത്തിനും ക്ഷമിക്കും, ഞാൻ ആരും എന്ത് ചെയ്താലും ഒന്നും ചെയ്യില്ല. അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ഒരു നിലപാടുണ്ട്, അതാണ് ശരിയായ നിലപാട്. അതായത് വലിയൊരു മസ്ലഹത്തുണ്ടെങ്കിൽ പൊതുവെ മാപ്പാക്കുക. പക്ഷേ ഇങ്ങോട്ട് അക്രമം ചെയ്ത വ്യക്തി വലിയൊരു അറിയപ്പെട്ട അക്രമിയാണെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ടതായ, അഥവാ ഇത് ഇസ്ലാമിക കോടതിയുള്ള സ്ഥലത്തും ഇയാൾക്ക് അഫു കൊടുക്കാം, അയാൾക്ക് ഇസ്ലാമിക കോടതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരറിയപ്പെട്ട മോഷ്ടാവാണ്, അയാൾ മോഷ്ടിച്ചു, അങ്ങനെ പിടിച്ചാൽ നമുക്കതിന് പ്രതികാരം ചെയ്യാം. അയാളെ പിടിച്ച് ജയിലിടാനോ അയാൾക്ക് വേണ്ട നിയമങ്ങൾ എന്താണോ അത് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന്റെ കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോൾ അത് പൊതുവേ റോഡിലൊക്കെ നമുക്ക് എപ്പോഴും ഉപകാരമുള്ളൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ഇടിക്കുകയും തട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് കാര്യമായൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ നമുക്ക് അയാളുടെ പേരിൽ വല്ല കേസിനോ കാര്യങ്ങൾക്കോ പോവാതെ ചെറിയ രീതിയിൽ കോംപ്രമൈസ് ആക്കി അയാൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പക്ഷെ ഒരാൾ അറിയപ്പെട്ട ഇങ്ങനത്തെ രീതിയിൽ ഓടിക്കുകയും അങ്ങനെ ഒരു താന്തോന്നിയായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ വെറുതെ വിട്ടാൽ ഇവൻ നാളെ ഈ അതിക്രമം മറ്റുള്ളവരോടും ചെയ്യും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക, അവന് യഥാർത്ഥ രൂപത്തിലുള്ള ഒരു പ്രതികാരം, അത് എന്താണ് അവന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ, അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. അതല്ലെങ്കിൽ അവൻ്റെ ളുൽമ് കൂടും. അപ്പം അത് എല്ലാ സമയത്തും അഫൂ ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷെ എപ്പോഴും ഒരു മഹ്മൂദായ ഒരു സ്തുത്യർഹമായ ഒരു സ്വഭാവമായിരിക്കില്ല. ചില സാഹചര്യങ്ങളിൽ ഇത്തരം ളാലിമീങ്ങൾ അക്രമികളെ ഒതുക്കാൻ അവർക്ക് വേണ്ട രൂപത്തിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം ഇത് അദ്ദേഹം അതിൻ്റെ ഒരു ഫായദയായിട്ട് പറഞ്ഞതാണ്. അതേപോലെ പറഞ്ഞു, മാ തവാദ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തും. അപ്പോൾ അള്ളാഹുക്ക് വേണ്ടി വിനയം കാണിക്കുക എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ ദീനി നിയമങ്ങളോട് വിനയം കാണിക്കുക, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളുണ്ട് അവരോടൊക്കെ വിനയം കാണിക്കുക, മാതാപിതാക്കളോട്, അതേപോലെ അവന് വേണ്ടപ്പെട്ട മുതിർന്നവരോട്, അല്ലെ അങ്ങോട്ട് മെക്കിട്ട് കയറാതെ ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കുക. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള വിനയം കാണിക്കലാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, മാ തവാദ അഹദുൻ ലില്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിക്കുക എന്ന ഒന്നാമത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി വിനയം കാണിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വമിന തവാദുഇ ലില്ലാഹി മസ്അലത്തുൻ സഖീലത്തുൻ അലൻ നുഫൂസ്, ചില ആൾക്ക് വലിയ ഭാരമായിട്ടുള്ള ഒരു വിനയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇദാ ഖാലൽ ഇൻസാനു ഖൗലൻ സുമ്മ ആറഹു ആഖർ وتبين الحق مع الآخر فإن كثيرا من الناس يصعب عليه أن يرجع عن قوله ولو بان الحق في خلافه وهذا غير متواضع. രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അങ്ങനെ ഇവനൊരു വാദം പറഞ്ഞു, വേറൊരു വാദം പറഞ്ഞു, പിന്നീട് വ്യക്തമായി അവൻ പറഞ്ഞ കാര്യമാണ് ശരി. ഇത്തരം സാഹചര്യങ്ങൾ അദ്ദേഹം പറയണം, فإن كثيرا من الناس يصعب عليه أن يرجع عن قوله ولو بان الحق في خلافه. അധിക ആളുകൾക്കും, ബഹുഭൂരിപക്ഷ ആളുകൾക്കും സത്യം പിന്നീട് വ്യക്തമായാലും അതിലേക്ക് മറ്റവൻ പറഞ്ഞതിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമാണ്.
അപ്പം അങ്ങനെ മടങ്ങാത്തവൻ അവൻ വിനയമുള്ളവനല്ല എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹിന്റെ ദീനിന്റെ നിയമം അവൻ പറഞ്ഞതാണ് ശരി, അപ്പം അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അവന്റെ ബാധ്യത. പക്ഷെ ഒരുപാട് ആളുകൾക്ക് അത് പ്രയാസമാണ്. ഇവിടെ അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ തവാദ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാ, നീ അവൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് മാറ്റി പറയുന്നത് കൊണ്ട് നീ താഴ്ന്നൊന്നും പോവുകയില്ല. ഇല്ലാ റഫഅഹുല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഉയർത്തുന്നതാണ് എന്നാണ്. അപ്പം അതേപോലെ ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു നിലപാട് പറയും, പിന്നീട് നമുക്ക് മനസ്സിലായിട്ടാണ് ആ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ എപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടോ നമ്മൾ ആ ശരിയായത് ഇന്നതായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിയതായിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ചില ആളുകൾ എന്ത് ചെയ്യും, അതിന് ഒരുപാട് ന്യായങ്ങൾ പറയും. ഞാൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെ വന്നാൽ അങ്ങനെയാണ്. ആ രൂപത്തിൽ അന്യായമായിട്ടുള്ള ഒരുപാട് ന്യായങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അതൊരിക്കലും ചെയ്യരുത്. ഹക്കിനോട് വിനയപ്പെടാൻ, സത്യം ബോധ്യപ്പെട്ടാൽ, നേരത്തെ പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ശരിയിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പറഞ്ഞ ഹക്ക് പറഞ്ഞു തരുന്നവൻ ഒരു ചെറിയ ആളാണെങ്കിൽ ശരി, വലിയ പണ്ഡിതനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചെറിയ ഒരാൾ വന്നിട്ട് പറയും, നിങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് തെറ്റാണല്ലോ, നിലപാട് ശരിയല്ലല്ലോ എന്ന് നമ്മളെക്കാളും വിവരമില്ലാത്ത ഒരാൾ പറഞ്ഞു തന്നാൽ പോലും അത് സ്വീകരിക്കൽ നമുക്ക് ബാധ്യതയാണ്. കാരണം എന്താണ്? കാരണം ഇത് അവൻ പറഞ്ഞ സത്യം അത് ദീനിനോട് യോജിക്കുന്നതാണ്. അതിനുവേണ്ടി വിനയപ്പെടുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ്. അങ്ങനെ വിനയപ്പെട്ടാൽ നമ്മുടെ വിലയൊന്നും ഇടിഞ്ഞു പോകുകയില്ല എന്ന കാര്യം ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. പ്രത്യേകം ദീനി മതവിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മതവിദ്യാർത്ഥികളാണ് വിനയം കാണിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം അത് വിശദമായി പറയുന്നുണ്ട്. പിന്നീട് സഹോദരങ്ങൾ, അദ്ദേഹം പറയുന്ന മറ്റൊരു ഫായിദ, ജവാദു തസറുഫിൽ ഇൻസാനി ഫി മാലി ഗൈരിഹി ലിമസ്ലഹതിഹി. മറ്റൊരാളുടെ സമ്പത്ത് ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇടപാട് നടത്തൽ അനുവദനീയമാണ്. എവിടുന്നാണ് അദ്ദേഹം ആ ഫായിദ കൊണ്ടുവന്നത്? ഫഇന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദറബൽ ജമൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒട്ടകത്തിനെ ഒന്ന് അടിച്ചിട്ടുണ്ട്. വഹുവ മിൽകുൻ ലി ജാബിർ, ജാബിർ ബിൻ അബ്ദുല്ലയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. പക്ഷേ ലാക്കിൻ ലിൽ മസ്ലഹത്തിൽ ജമൽ വ മസ്ലഹത്തി മാലിക്കിഹി, അയാൾക്കൊരു ഉപകാരം ഒട്ടകത്തിന് ഉപകാരം എന്ന് കണ്ടപ്പോൾ അതിൽ നമ്മൾ ഇടപെട്ടു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഖദിറിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഖദിർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യുന്നുണ്ട്. ആ ഒട്ടകത്തിന് ആ കപ്പലിന് എന്ത് ചെയ്യുന്നുണ്ട്? ഖദിർ വെട്ടുന്നുണ്ട്, കപ്പലിന് തുളയുണ്ടാക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്ഭുതമായി. അഹറഖ്തഹ ലിതുഗ്രിക അഹ്ലഹ ലഖദ് ജിഅത ഷൈഅൻ ഇംറാ എന്നാണ് പറഞ്ഞത്. അതിലെ ആളുകളൊക്കെ മുക്കാൻ വേണ്ടി നീ തുളയുണ്ടാക്കുകയാണ്, വലിയ കാര്യമാണ് നീ ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടായിരുന്നു? വഹി ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം. കാരണം അതിന്റെ വറാഅഹുൽ മലിക്കുൻ, ഒരു മലിക്ക് വരും. നല്ല കപ്പലാണെങ്കിൽ മൊത്തമായിട്ടും എടുത്തുകൊണ്ടുപോകും, ചെറിയ തുള കണ്ടാൽ ചിലപ്പോൾ ഒഴിവാക്കി വിടും. അപ്പോൾ ആ കാരണത്താലാണ്, അപ്പോൾ ആ ഒരു മസ്ലഹത്തുണ്ട്, അപ്പോൾ അത് ചെയ്തു എന്നാണ്. അപ്പോൾ അതേപോലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നീ കാണുകയാണ് ഒരാളുടെ കട, അയാളുടെ കടയിൽ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നീ കാണുകയാണ്, അപ്പോൾ അവൻ്റെ ഇതല്ലേ, നമ്മൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ കടയല്ലേ, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഓമാണെങ്കിൽ വന്ന് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കരുത്. മറ്റൊരാൾക്ക് മസ്ലഹത്തുണ്ടെങ്കിൽ ഓൻ്റെ കാര്യത്തിലും പോയി നമുക്ക് ഇടപെടുന്നതിൽ തെറ്റില്ല, ചില സമയത്ത് നിർബന്ധവുമാകും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ആ ഒട്ടകത്തിന് വേറെ ആളതാണ്, പക്ഷെ അതിൽ പോയി അടിക്കുന്നുണ്ട്. അത് എന്താണ്? അതിനൊരു ഉപകാരം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഫായിദ, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംലികു നഫഅ വല ദുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപകാരോപദ്രവങ്ങൾ അധീനപ്പെടുത്തുന്നില്ല അവിടുന്ന്. കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫദഅ ലഹു, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായിട്ട് ആ ഒട്ടകത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ആ ഒട്ടകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് ഒരു ഉപകാരോപദ്രവം ചെയ്യുകയില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മറ്റൊരാൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് സ്വന്തമായിട്ട് ഉപകാരോപദ്രവം ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനാണ് വേറൊരാൾ പ്രാർത്ഥിക്കുന്നത്. അമ്പിയാക്കളെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് സ്വന്തമായിട്ട് ആ നേട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ, നഫ്അ് അല്ലെങ്കിൽ ദർ, ഒരു ഉപദ്രവം നീക്കാൻ പറ്റുമെങ്കിൽ അത് മറ്റൊരാൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അമ്പിയാക്കളെല്ലാം പ്രാർത്ഥിക്കുന്നത് അവർക്ക് സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു ഉപകാരോപദ്രവം നമുക്ക് കിട്ടുകയില്ല എന്നല്ല. അല്ലാഹു തആല ഒരു സബബാക്കിയിട്ടുണ്ട്. ഈ ഉമ്മത്തിന് ഒരുപാട് ഖൈറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സബബാക്കിയിട്ടുണ്ട്. ഈ ഉമ്മത്തിനുള്ള ഒരുപാട് ഷർറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എന്ത് ചെയ്തു തന്നിട്ടുണ്ട്? നേടി തന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവാണ് എന്ത് ചെയ്യുന്നത്? ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും എല്ലാം അല്ലാഹുവാണ്. വ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു മുഅതി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ ഭാഗം വെച്ചിരുന്നവനാണ്, അല്ലാഹുവാണ് നൽകുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ ഒരു ഫായിദ, ഹുദൂസു ആയത്തിൻ മിൻ ആയാത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഇസ്തിജാബത്തു ദഅവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൈസു അന്നൽ ജമല സാറ അസ്റ മാ യകൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൃഷ്ടാന്തം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് എന്താണ് മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദുആ ചെയ്തു, ഒരു അടി അടിക്കുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? ആ
അവിടെ ഒരു ദൃഷ്ടാന്തം വെളിപ്പെടുകയാണ്. ആയത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. മുഅ്ജിസത്ത് എന്ന് പറയുന്നുണ്ട്. മുഅ്ജിസത്തിന്റെ കഴിവ് പേരിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ അമാനുഷികമായത് എന്നാണ്. അമാനുഷികമായ പൊതുവെ മനുഷ്യൻ ചെയ്യാൻ പറ്റാത്തത് വേറെയും പലരും ചെയ്യാറുണ്ട്. അപ്പം അതിനെയൊന്നും നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയാൻ പാടില്ല. അതിന് അദ്ദേഹം വിശദീകരിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആയതായിട്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വെളിവാക്കിയിട്ടുള്ള ദൃഷ്ടാന്തമാണ്. അതെന്താണ്? പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്നാണ്. അവിടെ നിന്ന് ദുആ ചെയ്ത് ഉടനെ തന്നെ നേരത്തെ തീരെ സഞ്ചരിക്കാതിരുന്ന ആ ഒട്ടകം എന്ത് ചെയ്യാണ്? പെട്ടെന്ന് അതിന് സഞ്ചരിക്കാൻ സാധിക്കണം. അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം നൽകിയതാണ്. അത് അമ്പിയാക്കൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിന് ആയത്തുകൾ എന്നാണ് പറയുക. നമ്മൾ പറഞ്ഞു മുഅ്ജിസത്ത് എന്ന ആളുകൾ പ്രയോഗിക്കാറുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ വലിയകൾക്കാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അതിനെ കറാമത്താണ് എന്നാണ് പറയുക. ഇത് രണ്ടും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല സന്ദർഭങ്ങളിൽ ഇതേപോലെ ദുആ ചെയ്ത് സ്വഹാബികൾക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരൾച്ച ഉണ്ടായ ഒരു സമയത്ത് ഒരു വ്യക്തി ഓടി വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വരൾച്ച കൊണ്ടെല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ മിമ്പറിൽ നിന്ന് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ മഴ ആരംഭിച്ചു എന്നാണ് സ്വഹാബികൾ പറയുന്നുണ്ട്. നമ്മൾ ആകാശത്തൊരു മേഘം പോലും കണ്ടിട്ടില്ല. അത് മഴക്കാലമേ അല്ല, അങ്ങനെ മഴ ഉണ്ടാകുന്നവരിൽ വരൾച്ചയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഉടനെ നന്നായി മഴ പെയ്തു. ഒരാഴ്ച അവിടെ മഴ പെയ്തു എന്നാണ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ വ്യക്തി തന്നെ വരുന്നുണ്ട്. നമ്മുടെ എല്ലാം നശിച്ചുപോയി, വീടൊക്കെ പൊളിഞ്ഞു പോവാണ്, അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നൊക്കെ പറഞ്ഞു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അപ്പോൾ മഴ വേണ്ടാന്നല്ല പ്രാർത്ഥിച്ചത്, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അള്ളാഹു ചുറ്റുഭാഗങ്ങളിലേക്ക് ആക്കണമേ, നമ്മുടെ അടുത്ത് മഴ പെയ്യാതെ ചുറ്റുഭാഗങ്ങളിലേക്ക് ആക്കണമേ. അല്ലാഹുമ്മ അലൽ അഹ്കാമി വൽ ദിറാബി വബുത്തൂനിൽ ഔദിയതി വമനാബി ഷജർ, അള്ളാഹു താഴ്വാരങ്ങളിലും അതേപോലെ തന്നെ മരത്തിന്റെ വേരുകളിലും മറ്റുമൊക്കെ ആക്കി അതിനെ മാറ്റണമേ എന്ന് പറയണം. അത് വെള്ളപ്പൊക്കങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ സ്വഹാബികൾ പറയുന്നുണ്ട്. പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ കിണ്ണം മറിച്ചു വെച്ചതുപോലെ മദീനയിൽ മാത്രം മഴ പെയ്യുന്നില്ല, മദീനക്ക് പുറത്ത് മുഴുവൻ മഴയാണ്. മദീനത്ത് നിന്ന് പുറത്തു വരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ മഴയുണ്ട്, അത് ഈ ഭാഗത്ത് മാത്രം മഴ ഇല്ലാതായി, ചുറ്റുഭാഗങ്ങളിലേക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യണം എന്ന് പറഞ്ഞാൽ ആ ദുആ ഉടനെ സ്വീകരിക്കുകയാണ്, ഉടനെ മഴ പെയ്യാൻ. ചുറ്റുഭാഗങ്ങളിലേക്ക് ആക്കണം എന്ന് പറയുമ്പോൾ ഉടനെ അത് സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇങ്ങനെ നബിമാർക്ക് നൽകുന്ന അവരുടെ ദൃഷ്ടാന്തങ്ങൾ ആളുകൾ ബോധ്യപ്പെടുത്താൻ, ഇത് നബിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യുമ്പോൾ ഉടനെ ഉത്തരം ചെയ്യുന്നത് സംഭവിക്കാറുണ്ട്. ഇതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഇകഴ്ത്താൻ വേണ്ടി അവർ എന്താണോ ചെയ്യുന്നത് അതിന് നേരെ വിരുദ്ധമായ ചില സംഭവങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് മുസൈലിമത്തുൽ കസ്സാബ്, അത് നബിയാണെന്ന് വാദിച്ചു വന്ന ഒരാളാണ് മുസൈലിമ. അവന്റെ 2 ചരിത്രങ്ങളുണ്ട്. അവന്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അവന്റെ ചുറ്റും ചില ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു യമാമയിൽ. അത് യമാമയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാദിച്ചാണ്, പിന്നീട് കൊല്ലപ്പെട്ടു, സ്വഹാബികൾ തന്നെ കൊന്നു. അപ്പൊ അവൻ ആ വാദിക്കുന്ന സമയത്ത് നബിയാണെന്ന് പറഞ്ഞു നടന്നപ്പോൾ കുറെ ആളുകൾ കൂടി ഒരു ദിവസം ഒരു വ്യക്തി അയാളുടെ കിണറിൽ തീരെ വെള്ളമില്ല, കിണറിൽ വെള്ളം വറ്റിപ്പോയി. അപ്പൊ ഇയാളെ കൊണ്ടുവന്നു ഈ വെള്ളം ഉണ്ടാക്കാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ വെള്ളത്തിന് മുമ്പ് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാക്കിയ സംഭവം അവിടുത്തെ ആയത്തായിട്ടുണ്ട്. ഒരു പാത്രത്തിന് ഒരുപാട് ആളുകൾ കുടിച്ച സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ ഇയാളുടെ ദിവ്യത്വം അല്ലെങ്കിൽ ഇയാൾ നബിയാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അങ്ങനെ കൊണ്ടുവന്നു. ഇയാൾ വായിൽ കുറച്ച് വെള്ളം എടുത്തു, അങ്ങനെ ആ കിണറ്റിലേക്ക് തുപ്പി. അവിടെ പറയുന്നത് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി വറ്റിപ്പോയി എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ അങ്ങനെ വഷളാക്കിയ സംഭവം ഉണ്ട് എന്നാണ്. അതേപോലെ മറ്റൊരു സന്ദർഭവും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു വ്യക്തി, ആ കുട്ടിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ, അതായത് കുറഞ്ഞ ഭാഗത്തെ മുടിയുള്ളൂ, ബാക്കി ഭാഗത്തൊന്നും മുടിയില്ല. അങ്ങനെ ഈ വ്യക്തിയോട് എന്ത് ചെയ്തു? താങ്കളൊന്നും തടവണം, അങ്ങനെ മുടി മുഴുവൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഇയാളെ തടവിയതും ആ കുട്ടിയുടെ ഉള്ള മുടിയും പോയി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിന് ഇകഴ്ത്തലാണ്, അഥവാ കറാമത്തിന്റെ നേരെതിര്. കറാമത്ത് ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച് പോകലാണെങ്കിൽ ഇങ്ങനെ ഇകഴ്ത്തിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയകൾക്ക് ഉണ്ടാകുന്നത് കറാമത്തായിരിക്കും. എന്നാൽ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആരാണ് വലി. ഞാൻ ഈ വലിയകൾക്ക് കറാമത്ത് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും? വലിയ കറാമത്തുണ്ട്, ബാക്കിയെല്ലാം വലിയകളോട് പ്രാർത്ഥിക്കാം, ആരാണ് വലിയെല്ലാം തീരുമാനമാവും. കാരണം ആളുകൾ വലിയായിട്ട് പറയുന്നത് ആരെയാണ്? ആളുകൾ വലിയായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ ദുരവസ്ഥയാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകളെയാണ് വലിയായിട്ട് പറയുന്നത്. എന്നാൽ വലിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അല ഇന്ന ഔലിയ അല്ലാഹ്, അറിയുക അല്ലാഹുവിന്റെ ഔലിയാക്കളാരാണ്. അതിന്റെ നിർവചനം അല്ലാഹു തആലയാണ് പറയുന്നത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർക്കൊന്നും വ്യസനിക്കേണ്ടതുമില്ല. എന്തുകൊണ്ട്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ വിശ്വസിച്ചവരാണ്, അല്ലാഹുവിന്റെ വിശ്വാസം ഉറച്ച ആളുകളാണ്. വകാനു യത്തഖൂൻ, തഖ്വയുള്ളവരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും പാലിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ മുഴുവൻ കാര്യങ്ങളും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് വലിയാകുന്നതിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ് ഒരാൾക്ക് വലിയാകണം. ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ മുഴുവൻ വാജിബുകളും ചെയ്തിരിക്കണം.
അള്ളാഹു ഹറാമാക്കി നിഷിദ്ധമാക്കി മുഴുവൻ കാര്യങ്ങളും വിട്ടുനിൽക്കണം. ഒരു വലിയുടെ ഏറ്റവും താഴ്ന്ന പദവി അതാണ്. പിന്നീട് അവൻ എത്രത്തോളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുപ്പക്കാരനായി മാറും. ആ ഹദീസ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന വലിയകളുടെ അവസ്ഥ, അവർക്ക് നിസ്കാരം ഇല്ല, നോമ്പില്ല, സക്കാത്തില്ല, അങ്ങനെ ഒരു വൃത്തിയുമില്ല, മനാരമില്ല, ആ രൂപത്തിൽ നടക്കുന്ന ആളുകളാണ്. ഇവരെന്ത് ചെയ്യുന്നത്? സമൂഹ ഔലിയാക്കളായി കാണുന്നത്. അത്രമേൽ കാര്യങ്ങൾ തലകീമേൽ മറിക്കപ്പെട്ടു. അല്ലെ, അബൂബക്കർ സിദ്ദീഖാണ് ഏറ്റവും വലിയ വലി. അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയായിരുന്നു റളിയല്ലാഹു അൻഹു? ആളുകൾ മറന്നുപോകാണ്. മരണം വരെ നിസ്കരിച്ചിരുന്ന സ്വഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ മറന്നുപോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിരപ്പെട്ട കറാമത്തുകൾ അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത് രണ്ടും വേർതിരിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളും പിശാചിന്റെ ഔലിയാക്കളും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം മുൻഗാമികൾക്ക് സലഫുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് കറാമത്തുകൾ, സ്വഹാബികൾക്ക് സംഭവിച്ച ഒരുപാട് കറാമത്തുകളൊക്കെ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതേപോലെ പിശാജ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിലാണ് ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഒരാൾ തഖ്വ ചെയ്യാതെ തന്നെ, നിസ്കാരമില്ല, നോമ്പില്ല, അതേപോലെ തന്നെ ദീനിന്റെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അതേപോലെ നിഷിദ്ധങ്ങൾ ചെയ്യുന്നു. ഇവർ പറയുന്ന ഔലിയാക്കളുടെ ഒക്കെ അവസ്ഥയാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ലഹരി ഉപയോഗിക്കും, ഈ പറയുന്ന പലതുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായ ചില പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അവൻ പിശാചിന്റെ സഹായത്താൽ ചെയ്യുന്ന ചില ചപ്പടികളാണ്. അത് വലിയ വലിയ കാര്യങ്ങൾ വരെ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും. കാരണം പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഇവർ പിശാചിനെ ആരാധിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ പിശാചിനെ ഇവർക്ക് അടിമയാക്കി വെക്കാൻ സാധിക്കുകയില്ല. ഈ ആളുകൾ എന്ത് ചെയ്യണം? ഈ തോന്നിവാസികളായിട്ട് പിശാചിന്റെ അടിമകളായി തീരണം. അപ്പോൾ പിശാചിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ പറയും അവരിതാ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരും മക്കയിൽ ഹജ്ജിന് പോയി അറഫയിൽ പോയി നിൽക്കും എന്നൊക്കെ പറയും. ചിലപ്പോൾ ചില ആൾക്കാർ അവിടെ കാണാൻ വരെ സാധിച്ചേക്കാം. കാരണം പിശാച് ഈ രൂപത്തിൽ കോലം മാറിയിട്ടും അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ദൂരെയുള്ള വസ്തുക്കളെയാൾക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുത്തിട്ടൊക്കെ പല രൂപത്തിലുള്ള സഹായങ്ങൾ പിശാചിന് ചെയ്യാൻ സാധിക്കും. ഈ പിശാച് ഈ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കൽ ദീനിന്ന് പുറത്തു പോകുന്ന കാര്യമോ അല്ലെങ്കിൽ കുഫ്രോ ശുർക്കോ ഒന്നുമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന് ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാതെ ഈ പറയുന്ന സഹായങ്ങളും ഇത് ഇയാൾ വലിയ ആയതുകൊണ്ട് കിട്ടുകയാണ് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അയാളാണ് കബളിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന, അഥവാ നിർബന്ധ കാര്യങ്ങളും ഒപ്പം സുന്നത്തുകളും ഹറാമുകൾ എന്നൊക്കെ പൂർണ്ണമായി വിട്ടുനിന്ന്, കറാഹത്തുകൾ പോലും ചിലപ്പോൾ ചെയ്യില്ല, അത്രയും വിട്ടുനിന്ന് അങ്ങനെയുള്ള ഒരാളിലൂടെ വല്ല അത്ഭുതവും കണ്ടാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ സിദ്ഖിന്, അയാളുടെ സത്യസന്ധത, അയാളുടെ മാർഗം ശരിയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടയാളമായി വെക്കുന്നതാണ്. ഉലമാക്കൾക്ക് അത്തരം വലിയ കറാമത്തുകൾ ലഭിക്കും, അത്തരം വലിയകൾക്ക് ലഭിക്കും. എന്നാൽ ഈ പറയുന്ന തെമ്മാടികൾക്ക് ഇങ്ങനെ വല്ലതും അമാനുഷികമായി ചെയ്യാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും അവരെടുക്കൽ കാണുകയാണെങ്കിൽ ഏറ്റവും വലിയ പിശാചുക്കൾ അവർക്ക് സഹായികളായിട്ടുണ്ട്. അവർ പിശാചിന് അടിമ വില ചെയ്തുണ്ടാക്കുന്ന ചില ചപ്പടി വിദ്യകളാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള സകല ശിർക്കിന്റെയും അടിസ്ഥാനം ഉണ്ടാകുന്നത്. കാരണം ആളുകൾ പ്രധാനപ്പെട്ട അവസാന സാധാരണക്കാർ ചോദിക്കും, അവിടെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ അയാൾ വലിയാണ്. അപ്പോൾ വലിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തായാലും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വലിയകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ശരീഅത്തിന്റെ നിയമം ബാധകമല്ല എന്നൊരു ഇത് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വലിയാണെന്നാണ് ഇവർ പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണ്? അവരെ വലിയാക്കി സ്ഥാപിക്കാനുള്ള പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന കാര്യങ്ങളൊന്നും ഖദർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഖദറിന് നബിമാരുടെ നിയമം ബാധകമല്ല, ഔലിയാണ്, അള്ളാഹു നേരിട്ട് ഇൽഹാം നൽകിയതാണ്. അപ്പം അതേപോലെ തന്നെയാണ് ഈ വലിയകൾ. ഇവർക്ക് ഖുർആനിലും ഹദീസിലുള്ള നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവർ വലിയകളുടെ സ്ഥാനത്തേക്ക് എത്തിയാൽ അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ഇൽഹാമുകൾ ഇവർക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അവർ നിസ്കരിക്കാത്തത്. അതുകൊണ്ട് നിസ്കരിക്കാത്തതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് അതിന്റെ പദവിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ സ്ഥാപിക്കാൻ ഈ അടിസ്ഥാനം കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് നവാഖിദുൽ ഇസ്ലാമിൽ 9-ാമത്തെ നാഖിലായി ദുർബലപ്പെടുന്ന കാര്യമായി പറയുന്നുണ്ട്. ആരെങ്കിലും അതിന്റെ ഉദ്ദേശം അതാണ്, ഖദറിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവാദമുള്ളതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന് പുറത്തു കടക്കാൻ അനുവാദമുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ കഫർ, കാഫിറായിരിക്കുന്നു എന്നാണ്. ഒരാൾക്കും ഈ ശരീഅത്തിന് പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, എത്ര തന്നെ തഖ്വയുള്ള ആളായാലും ശരി. അപ്പം അത് സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ അഥവാ ഇബാദത്തുകളില്ലാത്ത ശിർക്കുകളും കുഫറുകളും ആ രൂപത്തെ ബിദ്അത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ വല്ലതും വെളിപ്പെടുകയാണെങ്കിൽ അത് പിശാചിന്റെ വെളിപ്പെടൽ മാത്രമാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു ഫായിദ, അൽ ഫായിദത്തു സാദിസ,
ജവാദു വുഖൂഇൽ ബൈഇ വശ്ശിറാഇ മിൻ കബീറിൽ ഖൗമി വസയ്യിദിഹിം. സമൂഹത്തിലെ വലിയ ആൾക്കാരോട് നമുക്ക് അവരോട് ഇടപാടുകൾ നടത്തുന്നതിന് തെറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് നടത്തിയിട്ടുണ്ട്. ബിഅനീഹി എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞത് എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ പണ്ഡിതന്മാരോട് നമ്മൾ കച്ചവടം നടത്തുന്നത് കുഴപ്പമൊന്നുമില്ല. അതൊരു അദബുകേടോ മോശമൊന്നുമല്ല. ഭരണാധികാരിയോടോ പണ്ഡിതന്മാരോടോ അങ്ങനെ അടവ് നടത്തുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല, അനുവദനീയമാണ് എന്നാണ്. അത് അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ശരി അവരുമായിട്ട് കച്ചവടം ഇടപാടുകൾ അനുവദനീയമായ കാര്യമാണ്. അൽഫായിദത്തു സാബിഅ അനൽ മുമാക്കസത ജായിസ, നമ്മളെ ബാർഗെയിൻ ചെയ്യുക, വിലപേശുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ബിഅനീഹി അത് വിൽക്കണം എന്ന് പറയുന്നത് അത് ഒരു ഇതുമാണ്. അവസാനം പറയുന്നത് തുറാനി മാക്കസ്തുക, ഞാൻ വിലപേശിയത് നീ അതെനിക്ക് വില കുറച്ച് കിട്ടാനാണ് എന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ ഒട്ടകത്തെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് അനുവദനീയമാണ് എന്നാണ്. അതൊരിക്കലും ജനങ്ങളുടെ സമ്പത്ത് ചോദിക്കലല്ല എന്നാണ്. ആളോട് പണം ചോദിക്കുന്നതിന് തുല്യം അല്ല. കച്ചവടത്തിൽ വിലപേശൽ അനുവദനീയമായ കാര്യമാണ് എന്നാണ്. മറ്റൊരു ഫായിദ അന്നഹു യജൂസു അൻ യുഖാതബൽ കബീർ ബികലിമത്തി ലാ. ഫറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിജാബിർ ബിഇനിഹി ഫഖാല ലാ ഫയജൂസു അൻ തഖൂല ലികബീരിൽ ഖൗമി ലാ. മുതിർന്ന ഒരാളോട് ഇല്ലാന്ന് ചിലപ്പോൾ പറയേണ്ടി വരുന്ന സ്ഥലത്ത് പറയാം. എന്താണ് തെളിവായി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅനീഹി ഇതെനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്നാണ് പറയുന്നത്. മുതിർന്ന ആളോട് ഒരിക്കലും ഇല്ല പറയേണ്ടടുത്ത് പറയണം, പക്ഷെ അതിന് അതോടുകൂടി മര്യാദയോടുകൂടി പറയാം എന്നാണ് പറയുന്നത്. അത് ആരാണെങ്കിലും ഒരാൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ആരോടാരും ഇല്ല എന്ന് പറയുന്നത് എന്തല്ല, തെറ്റായ കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേക്കാൾ വലിയ ഒരാളില്ല. അപ്പോൾ വിൽക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ വിൽക്കണം അങ്ങനെയൊന്നുമില്ല അല്ലെ. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും വലിയൊരാൾ വന്ന് നിന്റെ കാർ വിൽക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരാൾ വന്നൊരു നേതാവ് വന്നു ഈ വീട് ഇറ്റു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വേഗം സമ്മതിച്ചു കൊടുക്കണമെന്നില്ല. അതൊരു അദബുകേടുമല്ല. നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഇല്ല എന്ന് പറയണം. അതേപോലെ പറയുന്ന ഒരു ഫായിദ അന്ന മുഖാലഫത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈഇ ഔ ശിറാഇൻ ലാ യുഅദ്ദു മഅസിയതൻ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി എന്നുള്ളത് ഇവിടെ കണക്കാക്കിയിട്ടില്ല. അവൻ ബിഅനീഹി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ലാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മഅസിയത്തായി കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മഅസിയത്തായി കണക്കാക്കിയിട്ടില്ല. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയണം, ഇപ്പോൾ ഈ ഇക്രാമിന് വേണ്ടിയിട്ട് ചില കാര്യം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർ അനുസരിക്കാതിരിക്കും. അതായത് അവർ പറയാറുള്ളത് അൽ മഅസിയത്തു മിൻ അജ്ലിൽ ഇക്റാം, അതായത് ഒരാൾ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില ആൾ ഇല്ല എന്ന് പറയും. ഇബ്നു സൈമ റഹിമഹുല്ലാഹ് പറയാം, ഉദാഹരണത്തിന് ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുമ്പോൾ മുതിർന്ന ഒരാളുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു നിങ്ങൾ കിടന്നോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ അല്ല നിങ്ങൾ ആദ്യം പ്രവേശിച്ചോളൂ. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ ഒരു സീറ്റ് ഉണ്ട്, ഇപ്പോൾ ഒരു കസേര ഉണ്ട്, മുതിർന്ന ഒരാളുണ്ട് നമ്മളും ഉണ്ട്. മുതിർന്ന ഒരാൾ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയും. നമ്മൾ ഇല്ലില്ല ഞാൻ ഇരിക്കുന്നില്ല. അപ്പോൾ അതൊരു അനുസരണക്കേടല്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആദരവിന് വേണ്ടിയിട്ട് നമ്മൾ ആ പറയുന്നത് കേൾക്കാതിരിക്കുന്ന, ഒരു ആദരവിന് വേണ്ടിയിട്ട് ആ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക. നിങ്ങൾ തന്നെ ഇരുന്നോളൂ, നമ്മൾ പറയുന്നത് കേൾക്കുകയില്ല. നമ്മൾ എത്ര പറഞ്ഞാലും മുതിർന്ന ആളെ തന്നെ ഇരുത്തി നമ്മൾ മാറിയിരിക്കും. പക്ഷെ അയാൾ പറഞ്ഞ സംഭവത്തിൽ ഫലത്തിൽ എന്താ ഉണ്ടായത്, നമ്മൾ അയാൾ അനുസരിച്ചില്ല. പക്ഷെ അനുസരിക്കാത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇക്രാമിന് വേണ്ടിയിട്ടാണ്, ആദരവിന് വേണ്ടിയിട്ടാണ്. അത് അനുവദനീയമാണ് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാനമായി ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ തുടരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തുക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് പിന്നിലേക്ക് മാറാനൊരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് കാണിച്ചു. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തിട്ടില്ല? അതനുസരിച്ചിട്ടില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, മക്കാന ലിബ്നി അബി ഖുഹാഫ അൻ യതഖദ്ദമ ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലുള്ള സമയത്ത് എങ്ങനെയാണ് അബൂ ഖുഹാഫയുടെ മകൻ അഥവാ അബൂബക്കർ സിദ്ദീഖിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്നെ എതിർത്തു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇക്രാമിന് വേണ്ടിയിട്ടാണ്, ആദരവിന് വേണ്ടി. ചിലപ്പോൾ ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ബഹുമാനത്തോടു കൂടി അവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കാതിരിക്കേണ്ടി വരും. അതൊരിക്കലും തെറ്റല്ല എന്നാണ് പറയുന്നത്. അൽ ഫായിദത്തുൽ ആശറ, 10ാമത്തേത് فيه دليل على أن الإنسان إذا لم ينتفع بماله أو لا يؤمل أن ينتفع به فله أن يسببه ويرميه. ഒരാളുടെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പത്ത്, അയാൾ മാലിനോ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കാറോ വീടോ എന്തോ ആകാം, അതിനെക്കൊണ്ട് ഇനി ഉപകാരം ഇല്ല എന്ന് കണ്ടാൽ അത് ഒഴിവാക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. എവിടെയാണ് തെളിവ്? ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു നടക്കാതായപ്പോൾ ആദ്യം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു കാർ അതിന് എങ്ങനെയും വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കളയാം, അതിന് തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഇബ്നു സൈമ റഹിമഹുല്ലാഹ് പറയണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുക്കലൊരു ആടോ പശുവോ ഒട്ടകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗിയായിട്ടുണ്ട്, നമുക്കത് അതിന് ഉപകാരമൊന്നുമില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് ഒഴിവാക്കി വിടുന്നതുകൊണ്ട്, ഇളക്കി വിടുന്നതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അതിനെ കൊല്ലലാണോ നല്ലത്? ചിലപ്പോൾ അദ്ദേഹം പറയുകയാണ്, ചിലപ്പോൾ ചില മൃഗങ്ങളത് വയസ്സായി ബുദ്ധിമുട്ടിലായിരിക്കും. ഡെയിലി അതിന് വേണ്ട ഒരു മരുന്നൊക്കെ ചിലപ്പോൾ വെറ്റിനറി ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഡെയിലി ഒരു 1000 രൂപ മരുന്ന് വെക്കണം എന്നാണ്. അങ്ങനെ വിചാരിക്കുക, ഒരു ആടിന് ചിലപ്പോൾ ആകെ വില 10,000 12,000 ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഡെയിലി 1000 രൂപ മരുന്ന് വെക്കണം, എന്നാലേ അത് മുന്നോട്ട് പോവുള്ളൂ
എന്ന് പറഞ്ഞാൽ നമുക്കത് സാധിക്കില്ല, അത് പോറ്റുന്ന ആൾക്ക് പ്രയാസമാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അതിനെ ഒഴിവാക്കാം, വേണമെങ്കിൽ കൊന്നുകളയാം എന്നാണ് പറയുന്നത് നമ്മുടെ അധീനത്തിലാണെങ്കിൽ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പിന്നീട് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ റോഡിലൊക്കെ കാണും ചില മൃഗങ്ങളൊക്കെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് കിട്ടുന്നത്, അപ്പോൾ അതിനെ കൊല്ലാൻ പറ്റുമോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു അതിനെ കൊല്ലേണ്ടതില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നൽകി, അത് കുറഞ്ഞ ദിവസം കൊണ്ട് അത് മരിച്ചു പോവും. അതിൻ്റെ വേദന കാരണത്താൽ നമുക്ക് കൊല്ലാൻ അവകാശമില്ല, കാരണം അത് നമ്മുടേതല്ല എന്നാണ് പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത, കറമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ആ ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു, പണം കൊടുത്തിട്ട് ഒട്ടകത്തെയും തിരിച്ചു കൊടുത്തു. അപ്പോൾ അത്രയും ഔദാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഒരുപാട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹാബികൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പണം, അവിടത്തേക്ക് വന്നിട്ടുള്ള പണം അത് കൊടുത്തത് കാണാൻ സാധിക്കും. അതേപോലെ ചില റിവായത്തിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെത്തിയപ്പോൾ ആദ്യം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് മസ്ജിദിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറയുന്നുണ്ട്. ഒരാളൊരു ദൂരയാത്ര നടത്തിയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് മസ്ജിദെങ്കിൽ അവൻ ആദ്യം ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മസ്ജിദിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ ചിലപ്പോൾ അസറിന് ശേഷമാണെങ്കിൽ ശരി, സുബൈക്ക് നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ ശരി, ആ സമയത്ത് നിസ്കരിക്കാം. കാരണം സബബുള്ള 2 റക്അത്തുകൾ എല്ലാ നേരത്തും നിസ്കരിക്കാം. നിരുപാധികമായിട്ടുള്ള നിസ്കാരങ്ങളാണ് വിലക്കപ്പെട്ട സമയത്ത് പാടില്ലാത്തത്. അത് വിലക്കപ്പെട്ട സമയം 3ആണ്. ഒന്ന് സുബൈ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് കഴിയുന്നത് വരെ, 2 അസർ നിസ്കരിച്ചതിന് ശേഷം മഗ്രിബ് വരെ, 3 ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള 2-3 മിനിറ്റുകൾ. ഈ സമയത്ത് നിസ്കരിക്കരുത്. നിരുപാധികം 2 ഒരാൾ നിസ്കരിക്കുന്നത്. പക്ഷെ മസ്ജിദിൽ കയറിയാലും മറ്റുമൊക്കെയുള്ള 2 റക്അത്തുകൾ ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അപ്പം അത്തരം നാട്ടിൽ എവിടെയെങ്കിലും തിരിച്ചെത്തി, അപ്പോൾ ഫജ്ർ കഴിഞ്ഞ് നമ്മൾ ഫജ്ർ നിസ്കരിച്ചിട്ടുണ്ടാവും വഴിയിൽ, ഇവിടെ എത്തിയാലും നമുക്ക് ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പ് എത്തിയാലും നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മസ്ജിദിലേക്ക് വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നാണ് പറയുന്നത്. الفائدة الثالثة عشرة 13ാമത്തെ ഫായിദ ജവാദ് ഇഷ്തിറാത്ത് المنفعة من البائع إذا كانت المنفعة في البعير. ഇതാണ് ഈ വിഷയമായിട്ട് പ്രധാനപ്പെട്ട നേർക്കുനേരെ ഷർത്തുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് നമുക്ക് ഒരു കാര്യം കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഉപകാരം കുറച്ചു കാലം എനിക്ക് വേണം എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനെ ഒരു ഷർത്ത് വെക്കാം. ഇവിടെ എന്ത് ചെയ്യാണ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അത് വിറ്റതിന് ശേഷവും മദീനത്തെത്തുന്നത് വരെ എനിക്കിത് വേണം, അല്ലെങ്കിൽ അദ്ദേഹം നടക്കേണ്ടി വരും, മദീനത്തെത്തുന്നത് വരെ എനിക്കിത് വേണം എന്ന് പറയുന്ന ഷർത്ത് വെക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ വാഹനമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഷർത്ത് വെക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വാഹനം വിറ്റാലും ശരി, ഒരു വീട് വിറ്റാലും ശരി, നമ്മളൊരു കൃത്യമായ സമയം പറയുകയാണെങ്കിൽ ആ നിബന്ധന അനുവദനീയമാണ്. അത് അനുവദനീയമാണ്. അത് അനുവദനീയമാണെന്ന് അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ്. നമ്മളൊരു വീട് വിറ്റു, നമ്മൾ പറയുകയാണ് നമുക്കൊരു 3 മാസം നമുക്ക് എന്ത് ചെയ്യണം, ഈ വീട്ടിൽ താമസിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അത് അയാൾ ഷർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേയാൾ അത് പാലിക്കണം. കാരണം വൽ മുസ്ലിമൂൻ അലാ ശുറൂത്തിൻ. പിന്നെ 1 മാസം വലിയ ഞാൻ മാറ്റി പറയുകയാണെന്ന് പറയരുത്. കാരണം അത് കരാർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഷർത്ത് വെച്ചിട്ടുണ്ട്, 3 മാസം ഈ വിറ്റ ആൾക്ക് തന്നെ എന്ത് ചെയ്യും, താമസിക്കാൻ കൊടുക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറ്റാൻ പാടില്ല. എന്നാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, 3 മാസം തന്നെ തികച്ച് താമസിക്കണം എന്നുണ്ടോ? ഇല്ല. ഇയാൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വേറെ വീട് കിട്ടിയാൽ ഇയാൾക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇയാൾക്ക് ഒഴിവാക്കാം, പക്ഷെ മറ്റേയാൾക്ക് ഒഴിവാക്കാൻ പാടില്ല. കാരണം അയാളാണ് അത് ഏറ്റിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഷർത്തുകൾ അത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. അടുത്തത് ബാബു റിബ വസ്സർഫ്, പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമുള്ളൊരു അധ്യായമാണ് അടുത്ത അധ്യായം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.